ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് ആൻറ്റോ സേവിയർ മാത്യു. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മോഡേൺ ഇന്ത്യ, നമുക്ക് UPSCയുടെ സിവിൽ സർവീസ് പ്രിലിംസിനകത്തും മെയിൻസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത്. മോഡേൺ ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു 1700s തൊട്ട് നമ്മുടെ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഒരു 1700s തൊട്ട് 1947, അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മെയിൻസിനും ഏതാണ് ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു മോഡേൺ ഇന്ത്യ എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി പറയാൻ നേരത്ത് നിങ്ങൾക്കറിയാം, അതായത് കംപ്ലീറ്റ് ഒരു ക്ലിയർ പിക്ചറായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ പഠിക്കേണ്ട ഒരു എന്ന് പറയുന്നത് 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ബാറ്റിൽ ഓഫ് പ്ലാസി വഴിയാണ് എന്ത് വരുന്നത്, നമ്മുടെ ബ്രിട്ടീഷ് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇന്ത്യയിൽ ഒരു പ്രൊമിനൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ബാറ്റിൽ ഓഫ് പ്ലാസി തൊട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ 1947 വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് പഠിക്കുന്നത്, ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബാറ്റിൽ ഓഫ് പ്ലാസി തൊട്ട് നമ്മൾ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് പറയും. പക്ഷേ അതിന് മുന്നേ നടന്ന ഓരോരുത്തർ പോർച്ചുഗീസ് വന്നതും ബാക്കി ഡച്ച്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇവരുടെയൊക്കെ വരവും ഇവരിവിടെ വന്ന് എന്തൊക്കെയാണ് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ റിഫോംസ് മൂവ്മെൻറ്റ് പല റിഫോംസ് മൂവ്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രഹ്മസമാജ്, അതുപോലെ തന്നെ പിന്നെ പ്രാർത്ഥന സമാജ്, പിന്നെ അതുപോലെ തന്നെ ആര്യ സമാജ്, അങ്ങനെയൊക്കെ പല റിഫോംസ് മൂവ്മെൻറ്റും റിവൈവൽ മൂവ്മെൻറ്റും ഇതുപോലെ പല കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് പഠിക്കും, ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഒരു 1700 കഴിഞ്ഞിട്ടുള്ള ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതായത് 1700 കഴിഞ്ഞിട്ടുള്ള വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പം സിലബസ് ഫുള്ളി ഞാൻ ഇപ്പോൾ ബ്രീഫ് ചെയ്യുന്നില്ല. പക്ഷേ സിലബസ് നമ്മൾ പറയാൻ നേരത്തെ ഇതിനകത്ത് എന്ത് പറയും, ഞാൻ പറഞ്ഞില്ലേ, ഈ ബാറ്റിൽ ഓഫ് പ്ലാസി തൊട്ട് പിന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തിയ ഓരോ പല അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് അത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നാഷണലിസം, നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ, ആ കാര്യങ്ങൾ, ഗാന്ധിയൻ ഫേസസ്, ഗാന്ധിജി വന്നതായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അവസാനം നമുക്ക് ഫ്രീഡം കിട്ടുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ മോഡേൺ ഇന്ത്യ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ പ്രിലിംസിൻ്റെ വെയിറ്റേജ് നോക്കുവാണെങ്കിൽ ഇതാണ് കഴിഞ്ഞൊരു 6-7 കൊല്ലമായിട്ട് പ്രിലിംസിന് ചോദിച്ച നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മോഡേൺ ഹിസ്റ്ററിക്കകത്ത് നിന്ന് വന്ന ചോദ്യം ചോദിച്ചാണ്. അതായത് കഴിഞ്ഞ 2024 ഓൾമോസ്റ്റ് ഒരു ടു ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു 2024 ചോദിച്ചത്. ഓക്കെ, അപ്പം 23 3 ക്വസ്റ്റ്യൻസ്, 22 4 ക്വസ്റ്റ്യൻ, ചില വർഷങ്ങളിൽ എന്തായി 9 ക്വസ്റ്റ്യൻസ് വരെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 2018 14 ക്വസ്റ്റ്യൻസ് വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം കഴിഞ്ഞ കൊല്ലം 2 ചോദിച്ചോളൂ 3 ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഒഴിവാക്കാനും പറ്റത്തില്ല, പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം ചില വർഷങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, 10 ചോദ്യമൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 10 ചോദ്യം അല്ലെങ്കിൽ ഒരു 9 ചോദ്യം 10 ചോദ്യം എന്നൊക്കെ പറയാൻ നേരത്ത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസിന് മൊത്തം 100 ക്വസ്റ്റ്യൻസാണ് നമുക്കുള്ളത് പ്രിലിംസിന്. അതിനകത്ത് ഒരു 9 ചോദ്യം ഇതിനകത്ത് നിന്ന് വരിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10% ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ നമുക്കറിയാം മെയിൻസിനകത്ത് ഇത് വരുന്നത് GS 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മെയിൻസിന് നമുക്ക് എത്ര ടോപ്പിക്കാണ്, അതായത് മൊത്തം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നത് മൊത്തം GS 4 ടോപ്പിക്ക് വരും. അതായത് GS 1, അതുപോലെ തന്നെ GS 2, പിന്നെ GS 3 വരുന്നുണ്ട്, പിന്നെ GS 4, അതായത് ജനറൽ സ്റ്റഡീസ് 4. GS 4 എന്ന് പറയുന്നത് നമ്മുടെ എത്തിക്സ് പേപ്പറാണ് അത് വരുന്നത്. ബാക്കി ഈ മോഡേൺ ഇന്ത്യ ഇതൊക്കെ വരുന്നത് എവിടെ, ഹിസ്റ്ററി ഒക്കെ വരുന്നതാണ് GS 1 GS 1 ഹിസ്റ്ററി വരുന്നത്. അതിനകത്ത് 250 മാർക്സിനാണ് GS 1 നടക്കുന്നത്. അതിലൊരു 3-4 ചോദ്യം ഈ ഒരു മോഡേൺ ഇന്ത്യക്കകത്ത് വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് ഒരു നമുക്കറിയാം ഒരു 250 മാർക്സിനകത്ത് വരാനകത്ത് അതിൻ്റെ സ്പ്ലിറ്റപ്പ് പോകുന്നത് 10 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നായിരിക്കും, 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മെയിൻസിന് വരുന്നത് 250 മാർക്സ് പോകാനകത്ത് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക് ക്വസ്റ്റ്യൻസും ബാക്കി 10 ക്വസ്റ്റ്യൻസ് 15 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് പോകുന്നത്. മൊത്തം 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20 നിങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ 250 ഇതിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ചില സമയത്ത് ഏതാ പറയുക, ഈ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 15 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അങ്ങനെ 2-3 ചോദ്യങ്ങൾ എല്ലാ കൊല്ലവും ഇവിടുന്ന് വരുന്നുണ്ട്. ഈ മോഡേൺ ഇന്ത്യ ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത് മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ. ഓക്കെ, പ്രിലിംസ് അല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്, മെയിൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിലും ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം 2-3 ചോദ്യം എന്ന് പറയാൻ നേരത്ത് ഒരു 30 to 50 മാർക്സ്, അതായത് ഔട്ട് ഓഫ് 250 നമുക്കൊരു 30 to 50 മാർക്സ് എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്,
ഈ ഒരു ടോപ്പിക്ക് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ബാക്കി നിങ്ങൾക്കറിയാം GS2, GS3, GS2വിനകത്ത് പൊളിറ്റിയും അതുപോലത്തെ കാര്യങ്ങൾ വരും. GS3 എക്കണോമിക്സ് എൻവയോൺമെൻറ്റ് ആ ഒരു ടോപ്പിക്കാണ് തന്നെ. പിന്നെ സെക്യൂരിറ്റി അതൊക്കെ. GS4 എത്തിക്സ് ആണ്. പിന്നെ നിങ്ങൾക്കുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റാണ്, അതും 2 ഉണ്ട് അല്ലേ. ഇതിനാണ് മെയിൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടാതെ നിങ്ങൾക്ക് essay പേപ്പറും എഴുതാറുണ്ട്. ഇതാണ് മെയിൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങളിത് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇതൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. പിന്നെ നമുക്ക് പ്രിലിംസിന് നിങ്ങൾക്കറിയാം സാധാരണ ഏതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും തന്നെ. നിങ്ങൾക്ക് അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ആൻസറും എല്ലാം അതേ തന്നെ കാണും. പ്രിലിംസിൻ്റെ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ചൂസ് ചെയ്താൽ മതി, മെയിൻസ് പോലെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ നേരത്ത് നിങ്ങൾ എന്താ പഠിക്കേണ്ടത്, രണ്ടിനകത്തും ഉള്ള ടോപ്പിക് ആയതുകൊണ്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ പഠിപ്പിച്ചു പോകണം. അതുപോലെ തന്നെ മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്ക് എടുക്കണം. ഓക്കെ, സോ നിങ്ങളിത് പഠിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിലും നിങ്ങളിത് ചെക്ക് ചെയ്തിട്ടേ പോവുള്ളൂ. എന്ന് വെച്ചാൽ പ്രിലിംസിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾക്കൊരു ധാരണ വേണം. അതിന് ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ധാരണ വേണം. അതുപോലെ തന്നെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കിയിട്ട് അതിനകത്തുനിന്ന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരും, ഇതും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് മോഡേൺ ഇന്ത്യ ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പോലെ പറയാനുള്ളത് ഇതിൻ്റെ ബുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ ബുക്സാണ് വായിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് 2 ബുക്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം ബുക്കാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്പെക്ട്രത്തിൻ്റെ ബുക്ക്. സോ ഇതെന്ന് പറയുന്നത് സ്പെക്ട്രം ബുക്ക് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഇതുപോലെ തന്നെ നമുക്ക് സിവിൽ സർവീസ് അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് PSC എക്സാംസിന് വേണ്ടി അതിനെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് എയിം ചെയ്ത് ഇറക്കിയ ബുക്കാണ്. അപ്പോൾ കൂടുതലും മാക്സിമം നമുക്ക് ഫാക്ട്സ് ഇതിനകത്ത് കാണും. ഒരു സ്റ്റോറി ടെല്ലിങ് പോലെ പോകത്തില്ല, കൂടുതലും ഫാക്ട്സ് ഇൻപുട്ട് ചെയ്ത് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മെയിൻറ്റെയിൻ ഫോക്കസ് ചെയ്ത് ഇറക്കിയ ബുക്കാണ്. സോ നിങ്ങളത് പഠിക്കാൻ നേരത്ത് നിങ്ങൾക്ക് കൂടുതൽ ഫാക്ട്സും അങ്ങനത്തെ കിട്ടും. ചിലർക്ക് ഇപ്പം ഇതിനകത്ത് ആദ്യം 2 ബുക്ക് ഒരുമിച്ച് നോക്കിക്കൊണ്ട് പോകാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യാൻ നേരത്ത് ആദ്യം ഏതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ബുക്ക് ചൂസ് ചെയ്യാം. രണ്ടാമത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ മോഡേൺ ഇന്ത്യ, ഇതാണ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കാണ്, ക്ലാസ് 12, ഓൾഡ് NCERT ആട്ടോ. ഇപ്പോഴത്തെ ന്യൂ NCERT അല്ല, ഇത് ഓൾഡ് NCERT ടെസ്റ്റാണ്. എഴുതിയത് ബിപിൻ ചന്ദ്ര. ഇപ്പോൾ ബിപിൻ ചന്ദ്രയുടെ ബുക്കാണിത്, മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഓൾഡ് NCERT നിങ്ങൾക്ക് PDF ചിലപ്പോൾ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് 2 ബുക്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, അവൈലബിൾ ആണ്. PDF കിട്ടും. ഈ PDF നോക്കി പഠിക്കുന്നവർക്ക് അതും കിട്ടും. അതുപോലെ തന്നെ ആമസോൺ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, അതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഹാർഡ് കോപ്പി മേടിക്കുകയും ചെയ്യാം. അപ്പം ഇതുപോലെ തന്നെ ഈ 2 ബുക്കിൽ ഏതെങ്കിലും ഒരെണ്ണം മസ്റ്റായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പം ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ +2 നിങ്ങൾ ഈ മോഡേൺ ഇന്ത്യ ഇത് NCERT പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയണേ, നിങ്ങൾ ഇനി അതൊന്നുകൂടി വായിച്ചു പോകണ്ട. നിങ്ങൾക്ക് ഏതായാലും കാരണം അതിൻ്റെ ഒരു ബേസ് നിങ്ങളുടെ ഉണ്ടല്ലോ. സോ നിങ്ങൾ നേരെ ഞാൻ പറയാം സ്പെക്ട്രം വായിക്കുക, അതിനകത്തുള്ള പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്യുക, അതിനകത്തുള്ള ഫാക്ട്സ് എല്ലാം പഠിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഹിസ്റ്ററി പഠിക്കാൻ പാടാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് ഹിസ്റ്ററി എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, NCERT ഫോളോ ചെയ്യുക. കാരണം NCERT കുറച്ചുകൂടി ഒരു കഥ പോലെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനും എളുപ്പമുണ്ട്, നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മളിത് പഠിക്കാൻ നേരത്ത് നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യണം, പ്രിലിംസും ഫോക്കസ് ചെയ്യണം, മെയിൻസും ഫോക്കസ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾ നോട്ട് ഉണ്ടാക്കാൻ നേരത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഫാക്ട്സും അതിനകത്ത് ഉൾപ്പെടണം, മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഫാക്ട്സും അതിൻ്റെ ഇത് ഉൾപ്പെടണം. അപ്പം അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്, നമുക്ക് ചുമ്മാ പോയി നോട്ട് എഴുതി നമുക്ക് എന്താ പറയുക, ആവശ്യമുള്ളത് കാണും, ആവശ്യമില്ലാത്തതും കാണും. നമുക്ക് എല്ലാ ടോപ്പിക്കിനും എല്ലാ പോയിന്റിനെ കുറിച്ചും എല്ലാ ഇൻഫർമേഷനെ പറ്റിയുള്ള നോട്ട് വേണമെന്നില്ല. നമുക്ക് ഏറ്റവും പ്രൈമായിട്ട് വേണ്ട ടോപ്പിക് ഏതാണോ അതിനെ പറ്റിയുള്ള നോട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ PYQ അനലൈസ് ചെയ്യുക എന്നുള്ളത്. അതിപ്പം നമ്മുടെ പ്രിലിംസിൻ്റെ PYQ ആണെങ്കിലും അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിലിംസിന് ഇതിനകത്ത് നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതൊക്കെ ഉള്ള ധാരണ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ മെയിൻസിന് വേണ്ടി പഠിക്കാൻ നേരത്തും മെയിൻസിന് ഏതൊക്കെ ടോപ്പിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെയിൻസിൻ്റെ ചോദ്യം എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ ആ ചോദ്യം വരാൻ നേരത്ത് അത് നിങ്ങൾ മെയിൻസിൻ്റെ PYQവും നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ ടെസ്റ്റ് വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹോംവർക്ക് പോലെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ ഈ ടെസ്റ്റ് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചൂസ് ചെയ്യുക, അത് വായിക്കുക, പ്ലസ് നോട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നോട്ട് എഴുതുക. ഇപ്പം നോട്ട് എഴുതാൻ നേരത്ത് തുടക്കം തന്നെ നിങ്ങൾ ചിലപ്പോൾ വലിച്ചു വരെ എഴുതി പോകുമായിരിക്കും, കാരണം നിങ്ങൾക്കൊരു ഐഡിയ കാണില്ല എങ്ങനെയൊക്കെ എന്തൊക്കെ എഴുതണമെന്ന്. സോ അതിന് ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടും,
അതായത് ഏതെങ്കിലും ഒരു കമ്പൈലേഷൻ PDF ഡൗൺലോഡ് ചെയ്യുക. ഏതെങ്കിലും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും മോഡേൺ ഇന്ത്യ കമ്പൈലേഷൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ടൊന്നും എല്ലാം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ UPSC കൊണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ അടിച്ചു കൊടുക്കാൻ നേരത്ത് പല ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ചെറിയ ബുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഈ NCERT ഇതൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു 300-400 പേജുള്ള, അല്ല 400 ഒന്നും കാണില്ല, ഒരു 260-300 പേജുള്ള ബുക്കാണ് ഈ മോഡേൺ ഇന്ത്യ ബിപിൻ ചന്ദ്ര എന്ന് പറഞ്ഞു ഓൾഡ് NCERT. അതുപോലെ തന്നെ സ്പെക്ട്ര ഓൾമോസ്റ്റ് ഒരു 500-600 പേജുണ്ട്. ചെറിയ ബുക്കാട്ടോ, പേടിക്കേണ്ട. 500 പേജ് എന്ന് പറയാനടുത്ത് ബുക്കിൻ്റെ സൈസ് ചെറുതാണ്, അതുകൊണ്ടാണ്. അപ്പം 500-600 പേജുള്ള ബുക്സാണ്. അപ്പം അത്രയും ഇത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പാടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഈ ബുക്ക് അതേപടി തന്നെ കോപ്പി അടിച്ച് നിങ്ങൾ നോട്ട് ഉണ്ടാക്കാൻ പോലെ. നമ്മുടെ നോട്ട് ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ടൈമിൽ റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കണം. അതായത് ഈ ഒരു ടെസ്റ്റ്, ഈ 260 പേജുള്ള ഒരു ബുക്ക് നമുക്കൊരു അവസാനത്തെ ഒരു ദിവസം അല്ലെങ്കിൽ പ്രിലിംസിന് മുന്നത്തെ 2 ദിവസം കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു ദിവസം കൊണ്ട് തീരുന്ന രീതിയിൽ നമുക്ക് ഈ മോഡേൺ ഇന്ത്യ എന്ന ടോപ്പിക്ക് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ റിവൈസ് ചെയ്ത് കവർ ചെയ്യുന്ന രീതി വേണം നമ്മൾ നമ്മുടെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ. അല്ലാണ്ട് ഈ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ സ്പെക്ട്രം തന്നെ അല്ലെങ്കിൽ ഈ NCERT അതേപടി തന്നെ കോപ്പി അടിച്ച് എഴുതി വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതിൻ്റെ വേറെ NCERTയുടെ വേറെ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ വെർഷൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യുന്ന വരെ നിങ്ങൾക്ക് ഇതുപോലെ കമ്പൈലേഷൻ നോക്കിയിട്ട്, അതായത് 50 അല്ലെങ്കിൽ 100 പേജുള്ള കമ്പൈലേഷൻ കാണും. അതായത് പ്രൈം ടോപ്പിക്ക് മാത്രം പറഞ്ഞു അതിനെ വെച്ച് വേണമെങ്കിൽ അത് ബേസ് ആക്കി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് നോട്ട് എടുക്കണം, ഏതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ലീവ് ചെയ്യാം അതെന്നുള്ളത്. സോ ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ സിലബസ് ആട്ടോ. പ്രിലിംസിൻ്റെ സിലബസ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വാസ്റ്റാണ്. അതായത് നമുക്ക് കുറേ ടോപ്പിക്സ് പറയാനുണ്ട്. നമ്മുടെ 70-100 തൊട്ട് നമ്മുടെ ഈ ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതിപ്പം ഓരോ പല രാജാക്കന്മാരുടെ കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ പല യുദ്ധങ്ങളായിക്കോട്ടെ, ട്രീറ്റീസ് ആയിക്കോട്ടെ, അതുപോലെ പല കാര്യങ്ങളും. പിന്നെ നമുക്ക് നാഷണലിസം വരാൻ നേരത്ത് INC അതിൻ്റെയൊക്കെ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ വർക്കിംഗ്, പിന്നെ സ്വദേശി മൂവ്മെൻറ്റ്, പിന്നെ ഗാന്ധിയൻ ഫേസ് വരാൻ നേരത്ത് അതിൻ്റെ കാര്യങ്ങൾ, അവസാനം നമുക്ക് ക്യാബിനറ്റ് മിഷൻ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ അവസാനം ഇൻഡിപെൻഡൻസ് കിട്ടുന്ന വരെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അത് ഈ ഒരു ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറയാം. അത് തന്നെ ഒരു സിലബസ് ബ്രീഫിംഗ് തന്നെ ഒരു എന്താ പറയുക, ഒരു ക്ലാസ് പോലെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്രിലിംസിൻ്റെ ഇതിപ്പം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതെന്ന് പറയുന്നത് മെയിൻസിൻ്റെ സിലബസാണ്. ഇപ്പോൾ UPSC സിലബസ് മോഡേൺ ഇന്ത്യ ഇതാണ് മെയിനായിട്ടുള്ള ടോപ്പിക് ഇതാണ്. അതായത് മോഡേൺ ഇന്ത്യ ഹിസ്റ്ററി ഫ്രം അബൌട്ട് മിഡിൽ ഓഫ് 18th century അണ്ടിൽ ദ പ്രസന്റ് സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്, പേഴ്സണാലിറ്റീസ്, ഇഷ്യൂസ്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 18th century എന്ന് പറയുമ്പോൾ നമുക്ക് 1857 മറ്റേ റിവോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നോട്ടാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത്. മെയിൻസിന് വേണ്ടി 1857 റിവോൾട്ട് തൊട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ മാക്സിമം കൂടുതലും ഫോക്കസ് ചെയ്ത് അവിടെ കൊടുക്കാം. അവിടെ തൊട്ടുള്ള ബാക്കി കാര്യങ്ങൾ കൊടുക്കുക. 1857 തൊട്ട് റിവോൾട്ട് വരുന്നു. പിന്നെ ബാക്കി വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ വരുന്നുണ്ട്. സ്വദേശി മൂവ്മെൻറ്റ്, ഗാന്ധിയൻ ഫേസ് വരുന്നുണ്ട്. അതൊക്കെയാണ് എന്ത് വരുന്നത്, അതാണ് കണ്ടില്ലേ അടുത്ത ഫ്രീഡം സ്ട്രഗിൾ അതിനകത്ത് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പം ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാൻ നേരത്ത് 1857 റിവോൾട്ടൊക്കെ തൊട്ട് പഠിക്കാൻ നേരത്ത് നിങ്ങൾ മെയിൻസിനെ നല്ലോണം ഫോക്കസ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ മുന്നത്തെ കാര്യങ്ങൾ വരാൻ നേരത്ത് നമുക്ക് പല റിഫോംസ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, റിവൈവൽ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിന് മുന്നത്തെ ടോപ്പിക്സിൽ പഠിക്കാം. സോ നമുക്കെന്നാൽ പയ്യെ ക്ലാസ് തുടങ്ങിയേക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ടു മുഗൾ എംപയർ ആണ്. അതായത് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് 70-100 തൊട്ടാണ്. അപ്പോൾ 70-100 തൊട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഇവിടെ വരുന്നതിന് മുന്നേ എന്താ പറയുക, ഈ മുഗൾ എംപയറിൻ്റെ ഒരു ഡൗൺഫോൾ ഉണ്ട്. അതായത് ഇവർ പ്രൈമായിട്ട് നിന്ന ഒരു ഇന്ത്യയിൽ നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷേ എന്താ പറ്റിയ ഇവർക്കൊരു ഡൗൺഫോൾ വന്നു തുടങ്ങി. അപ്പം അതാണ് നമ്മുടെ ഇത് ടോപ്പിക്കിൻ്റെ സ്റ്റാർട്ടിങ്. ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് നമ്മളൊരു മുഗൾ എംപയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിർത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് വരുന്നത് ഇതാണ് DK ഓഫ് മുഗൾ എംപയർ ആണ്. അപ്പം മുഗൾ എംപയർ എന്താണെന്നുള്ളത് നിങ്ങൾ ഏതിനകത്ത് പഠിക്കുന്നുണ്ട്, മിഡീവൽ ഇന്ത്യക്കകത്ത് നിങ്ങൾ പഠിക്കുന്നതാണ് ഈ മുഗൾ എംപയറും അതിനെപ്പറ്റിയുള്ള അനുബന്ധ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം മുഗൾസ് എന്ന് പറയുന്നത് ദേ വർ ഡിസെൻഡ് ഓഫ് 2 ഗ്രേറ്റ് ലീനേജ് ഓഫ് റൂളേഴ്സ്. അതായത് മദേഴ്സ് സൈഡിൽ നിന്ന് അവർ ചെങ്കിസ് ഖാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് മംഗോളിയൻ ട്രൈബ് ഇതിനകത്താണ്. ചെങ്കിസ് ഖാൻ്റെ മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ ഏൻഷ്യനകത്ത് വരില്ല, മിഡീവലിനകത്ത് നിങ്ങൾ പഠിക്കാൻ നേരത്ത് നിങ്ങൾ ചെങ്കിസ് ഖാനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ തിമൂർ, ഇത് എവിടെയാണ്, ഇറാൻ, ഇറാഖ് ഈ ഭാഗമൊക്കെ പ്രസന്റ് ഡേ തുർക്കിയൊക്കെ റൂൾ ചെയ്തതാണ്. അപ്പം ഇവർ രണ്ടുപേരുടെയും സൈഡിൽ നിന്ന് ഉള്ള ആളാണ് ഏത് മുഗൾ എന്ന് പറയുന്നത്, മുഗൾ ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ആദ്യത്തെ മുഗൾ എംപയർ അല്ലെങ്കിൽ മുഗൾ എംപയർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്, ഫസ്റ്റ് മുഗൾ എംപയർ ആണ് ബാബറാണ്. അത് നിങ്ങൾ മിഡീവലിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ബാബർ 1526 ഇവിടെ വന്നു. 1526 to 1530 ആണ് ഏത് ബാബറിൻ്റെ കാലഘട്ടം എന്നത്.
ബാബർ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത്? ഫെർഗാന വാലി നമ്മൾ കേട്ടിട്ടുണ്ട്, ഉസ്ബെക്കിസ്ഥാൻ. നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഫെർഗാന വാലി. അപ്പം ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നതാണ് ഏത് ഈ ബാബർ എന്ന് പറയുന്നത്. ഫസ്റ്റ് മുഗൾ എംപയർ ബാബർ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് വരുന്നത്. അപ്പം ഇത് ഫസ്റ്റ് പുള്ളിയുടെ ത്രോൺ, അതായത് പുള്ളി അവിടുത്തെ നമ്മുടെ ബാബർ ഫെർഗാന വാലിയിൽ അവിടുത്തെ എംപയർ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടുന്ന് ബാബറിനെ ഡിഫീറ്റ് ചെയ്ത് അവിടുന്ന് ഓടിപ്പോരേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് അലഞ്ഞു തിരിഞ്ഞ് പുള്ളി അവിടെ ചെന്നു 1504 കാബൂൾ പിടിച്ചെടുത്തു. അപ്പോൾ കാബൂൾ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നാണ് ഏത് ഇന്ത്യയിലേക്ക് പുള്ളി ഫോക്കസ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് ഇൻ 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഹി ഡിഫീറ്റഡ് ദ ലാസ്റ്റ് റൂൾ ഓഫ് ഡൽഹി സുൽത്താൻ ഇബ്രാഹിം ലോധി. ഇതൊക്കെ നിങ്ങൾ ഏതിനകത്ത് പഠിക്കുന്നതാണ്? മീഡിയൽ ഇന്ത്യക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കേതാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വഴിയാണ് എന്ത് വരുന്നത്? ഇവിടെ മുഗൾ എംപയറിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ടിൽ അന്ന് വരെ ഡൽഹി സുൽത്താനിൽ ഭരിച്ചിരുന്ന ഇബ്രാഹിം ലോധീനെ പുള്ളി പരാജയപ്പെടുത്തുകയാണ്. നമ്മൾ പറയാറുണ്ട് ഈ ബാറ്റിൽ ബാബറിൻ്റെ ടാക്ടീസും അതൊക്കെ കാരണമാണ്. കാരണം ഡൽഹി സുൽത്താനിൻ്റെ ഇബ്രാഹിം ലോധിയുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്, സോൾജേഴ്സ് എന്ന് പറയുന്നത് ബാബറിൻ്റെ സോൾജേഴ്സിനെ ഔട്ട് നമ്പർ ചെയ്താണ്. പക്ഷേ സ്റ്റിൽ ബാബർ എന്ത് ചെയ്തു? വിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ബാബറിന് ഇവിടെ വേറെ സപ്പോർട്ടൊക്കെ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കുമായിരിക്കും. ബാബറിനെ ഇങ്ങോട്ട് ആര് എന്താ പറയുക ഇൻവൈറ്റ് ചെയ്താണ് നമ്മുടെ ഒരു കിങ്. അപ്പം അതുവഴിയാണ് ബാബർ ഇങ്ങനെ ഇബ്രാഹിം ലോധീനെ തോൽപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വഴി എന്ത് ചെയ്തു? ബാബർ ഇവിടെ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് മുഗൾസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് മുഗൾ എംപയറിൽ അക്ബർ ഉണ്ട്. അക്ബർ ദ തേർഡ് റൂളാണ് ഇത് നല്ലോണം എക്സ്പാൻഡ് ചെയ്തത്. അതായത് തുടക്കം തന്നെ ഇത് ഹൈ എക്സ്പാൻഡ് അല്ല, ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു കുറച്ച് ചെറിയൊരു ഭാഗം, ഡൽഹി അതിന് ചുറ്റിപ്പറ്റുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവരുടെ എംപയറിന് കീഴിലായി. പിന്നെ പയ്യെ എക്സ്പാൻഷൻ തുടങ്ങി. അങ്ങനെ അക്ബറിൻ്റെ സമയത്താണ്, തേർഡ് റൂൾ അക്ബറിൻ്റെ സമയത്താണ് ഇത് മാക്സിമം എക്സ്പാൻഡ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് എന്താണ് ലാർജ് ഏരിയ ഒക്കെ ഇവർ എക്സ്പാൻഡ് ചെയ്ത സമയത്ത് എന്താ ഇവരൊരു ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഇതൊരു എന്താ പറയുക എംപയേഴ്സ് ഓഫ് മുഗൾ എംപയറിൻ്റെ പല എംപയർ ആരൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് അറിയാം, ഇതൊന്ന് ബാബറാണ് ആദ്യം വന്നത്. ബാബർ ഭരിച്ച എപ്പം തൊട്ടാണ്? 1526 to 30 വരെയാണ് ബാബറിൻ്റെ കാലഘട്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹുമയൂൺ വന്നു. ഹുമയൂണിൻ്റെ ഇവിടെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം, മെഡീവൽ ഇന്ത്യ പഠിക്കാൻ നേരത്ത് മനസ്സിലാവും. അത് ആ സമയത്ത് വേറൊരു ഇവിടെ ഇൻവേഷൻ വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അതാണ് അക്ബർ, തേർഡ് ഇതാണ് അക്ബർ ദ ഗ്രേറ്റ്. പുള്ളിയുടെ സമയത്താണ് കൂടുതൽ എക്സ്പാൻഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇമേജോട് നോക്കിയാൽ മനസ്സിലാവും. അതായത് തുടക്കം ആദ്യത്തെ ഒരു കേസിൽ ഇത്രയും ഭാഗം എന്നാണ് ഏത് നമ്മുടെ ബാബർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ആ ഒരു ഭാഗങ്ങൾ. ഓക്കെ, ഞാൻ ഇത് വേറെ കളർ ചെയ്യാം. സോ ഇതാണ് ഏത് ബാബറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇനി അക്ബറിൻ്റെ സമയത്ത് വന്നപ്പം എന്തായി? അക്ബർ മരിച്ച സമയത്ത് ഇത് ഇത്രയും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. കണ്ടോ, ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തു. നേരത്തെ ഉണ്ടായതിനേക്കാരും ഇത്രയും ഭാഗത്തേക്ക് എന്തോന്നു എക്സ്റ്റൻഷൻ വന്നു. ഇനി അക്ബർ കഴിഞ്ഞിട്ട് ആര് വരുന്നുണ്ട്? ജഹാംഗീർ. അക്ബർ കഴിഞ്ഞിട്ട് വന്നതാണ് ജഹാംഗീറാണ് നാലാമത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 5 ഷാജഹാനെ പറ്റി നമുക്കറിയായിരിക്കും. താജ്മഹൽ കേൾക്കാൻ നേരത്ത് ആദ്യം കയറുന്ന പേരാണ് ഷാജഹാൻ. പിന്നെ അത് കഴിഞ്ഞാൽ ഔറംഗസേബ് തന്നെ. ഓക്കെ, 6ാമത്. അപ്പം ഈ ഒരു ഓർഡറാണ് ഇത് പഠിക്കേണ്ടത്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അതിനകത്ത് ഔറംഗസേബ് വന്ന സമയത്ത് അല്ലെങ്കിൽ ഔറംഗസേബിൻ്റെ ഡെത്ത് നടന്ന സമയത്ത് അതിപ്പം 1707 ആണ്. അവരുടെ എംപയർ എവിടെ വരെ എസ്റ്റാബ്ലിഷ് ആണ്? കണ്ടോ, സൗത്ത് ഇന്ത്യയിൽ ഇത്രയും വരെ അവർ വന്നു. ഗോണ്ട്വാന, ഗോൽക്കൊണ്ട, ബിജാപൂർ ഇതൊക്കെ എന്ത് ചെയ്തു? ഇവർ പിടിച്ചെടുത്തു. ഇത് നമ്മളിനി കാണുന്നുണ്ട് ഈ ഓരോ ചില ബാറ്റിലൊക്കെ. സോ ഫസ്റ്റ് ഈ ചെറിയൊരു എംപയർ വന്നു. അത് കഴിഞ്ഞിട്ട് അക്ബറിൻ്റെ സമയത്ത് അത് ഇത്രയും വലുതായി. പിന്നെ നോക്കിയേ ഔറംഗസേബിൻ്റെ സമയത്ത് എന്തായി? കുറച്ചുകൂടി വാസ്റ്റായി. അതായത് എൻ്റെ നോർത്ത് ഇന്ത്യ ഫുൾ എന്ത് ചെയ്തു? സൗത്ത് ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി ഫുൾ എന്തായി? ഇവരുടെ ഒരു കൺട്രോളായി. അതാണ് ഒരു മുഗൾ എംപയറിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ മിഡീവൽ ഇന്ത്യക്കകത്ത് നിങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ബാബറിൻ്റെയും ഹുമയൂൺ, അക്ബറിൻ്റെ പോളിസീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ്, ആ സമയത്ത് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അത് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കണ്ടംപററി റൂളേഴ്സിനെ പറ്റിയും വിജയനഗര എംപയറും ആ ഒരു സമയത്തൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് നിങ്ങളിത് പഠിച്ചു വേണം. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഏതാണ്? DK ഓഫ് മുഗൾ എംപയറാണ്. നമ്മുടെ ഈ ടോപ്പിക്കിന് മോഡേൺ ഇന്ത്യക്കകത്ത് നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് DK ഓഫ് മുഗൾ എംപയറാണ്. ഇപ്പോൾ മുഗൾ എംപയറിൻ്റെ DK പറയാനതിനെ പറ്റി നമ്മുടെ ഔറംഗസേബിനെ പറ്റിയാണ്. അതായത് 6th എംപയർ ഓഫ് മുഗൾ ഡൈനാസ്റ്റിയാണ്. മുഗൾ ഡൈനാസ്റ്റിയിലെ 6ാമത്തെ എംപയറാണ്. അപ്പം പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിയുടെ കാലഘട്ടം കഴിഞ്ഞ് ഔറംഗസേബിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് ഇതിൻ്റെ DK നല്ല അടിപൊളിയായിട്ട് നടന്നത്. അതായത് പിന്നെ ഈ
മുഗൾ എംപയറിന് അത്ര ഒരു പ്രൊമിനൻറ്റ് റോള് വന്നിട്ടില്ല. പിന്നെ പയ്യെ അവർ ഡിസെൻറ്ററേറ്റ് ചെയ്ത് പോകണം, അവരുടെ ഇത് കുറയാം. അതായത് ലാസ്റ്റ് വേണമെങ്കിൽ പറയാം ഔറംഗസേബാണ് ഒരു മുഗൾ എംപയറിനകത്ത് പവർഫുൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പുള്ളിയുടെ ഈ സമയത്ത് പോളിസി എന്നൊക്കെ പറയുന്നത് ഇൻടോളറൻറ്റ്, റിലീജിയസ് ഇൻടോളറൻറ്റും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അപ്പം ഈ സമയത്ത് പയ്യെ ഡിസെൻറ്ററേഷൻ തുടങ്ങി. ഔറംഗസേബിൻ്റെ സമയത്തും കാലഘട്ടത്തിലും ഡിസെൻറ്ററേഷനൊക്കെ DK ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പുള്ളി ഒരു ലാസ്റ്റ് അത്യാവശ്യം പവർഫുള്ളായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ നമ്മളിത് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് കഴിഞ്ഞിട്ട് പല വാർസും, അതായത് സക്സഷൻ വാർ തന്നെ പല സമയത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ അധികം ഇതുപോലെ ഇപ്പം ഔറംഗസേബ് 1658 to 1707 വരെ ഭരിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ പല എംപയറിനെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാബർ 4 years, അക്ബർ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50 years പുള്ളിയുടെ ഭരണമുണ്ട്. അതുപോലെ തന്നെ ജഹാംഗീർ 20, ഷാജഹാൻ ഓൾമോസ്റ്റ് 30 years, ഔറംഗസേബ് എത്രയും 50. ഇനി ഇങ്ങോട്ട് വരുന്ന ഇത് കഴിഞ്ഞിട്ട് വരുന്നതൊക്കെ നിങ്ങൾക്കറിയാം ഈ സക്സഷൻ അതുപോലെ തന്നെ ഇവരുടെ ഇൻറ്റേർണൽ പോളിറ്റിക്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ മൂലം അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ പ്രഷറൊക്കെ മൂലം എന്ത് ചെയ്യും, ഇവർക്ക് അധികം ഭരിക്കാനൊന്നും പറ്റില്ല. കൂടി പോയാൽ 5-6 കൊല്ലം അതിനിടയ്ക്ക് എന്ത് ചെയ്യും, എല്ലാം തീർന്നു അല്ലെങ്കിൽ വിഘടിച്ച് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും എന്തെടുക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഔറംഗസേബാണ് ഏതെന്ന് പറയുന്നത് 6th എംപയറാണ്. ഈ ഔറംഗസേബിൻ്റെ ഡെത്തോട് കൂടി എന്ത് വരുന്നുണ്ട്, പിന്നെ ഇവർ ഡിസെൻറ്ററേറ്റ് ചെയ്ത് തുടങ്ങുവാണ്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഇൻട്രൊഡക്ഷൻ ടോപ്പിക് എന്ന് പറയുന്നത്. മോഡേൺ ഇന്ത്യയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഔറംഗസേബ് ഇത് ഏതാണ്, റിലീജിയസ് ഇൻടോളറൻസ് ആണ്. നമുക്ക് ഈ കളർ കാണാൻ പറ്റുമോ, അതായത് റെഡ് ആക്കാം അല്ലേ. ഓക്കെ, റിലീജിയസ് ഇൻടോളറൻസ് ആണ്. അതായത് നോൺ കൺസിലേഷൻ ഡിഡൻ ട്രൈ ടു മേക്ക് പീസ് വിത്ത് അതർ റൂളേഴ്സ്. അതായത് പുള്ളി ഇപ്പം ഹിന്ദുക്കളാണെങ്കിലും അല്ലെങ്കിൽ അതർ റൂളേഴ്സ്, കാരണം പുള്ളിയുടെ സമയത്ത് കണ്ടംപററി ആയിട്ട് വേറെ റൂളേഴ്സ് മറാത്താസ് അല്ലെങ്കിൽ രാജ്പുത്താസ് അങ്ങനെ പല റൂളേഴ്സും ഉണ്ട്. അപ്പം ഇവർ നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് ന്യൂസിലൊക്കെ കാണാം ഔറംഗസേബിൻ്റെ ഇഷ്യൂസൊക്കെ, മറ്റേ മറാത്തുമായിട്ട് ബന്ധം ശിവജിയും ആ കേസസൊക്കെ. അപ്പം അതൊക്കെ നിങ്ങൾ ആ ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളും എന്തുണ്ടാകുന്നുണ്ട് ഇവിടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പം റിലീജിയസ് ഇൻടോളറൻ്റ് ആയിരുന്നു പുള്ളി, ഹിന്ദുക്കളോടൊന്നും അത്ര നല്ലതായിട്ടൊന്നും നല്ല പുള്ളിയുടെ എന്താ പറയുക വേ ഓഫ് ആക്ടിങ്. പിന്നെ അതുപോലെ തന്നെ ഹി പെർസ്യൂഡ് എ പോളിസി ഓഫ് എക്സ്പാൻഷൻ. ഓക്കെ, പോളിസി ഓഫ് എക്സ്പാൻഷൻ പുള്ളി പെർസ്യൂ ചെയ്തതാണ്. ആൻഡ് ഹി കോൺക്വേർഡ് ന്യൂ ടെറിട്ടറീസ് ഇൻ ദ സൗത്ത് സച്ച് ആസ് ബിജാപ്പൂർ ആൻഡ് ഗോൾക്കൊണ്ട ആസ് വെൽ ആസ് ഇൻ ദ നോർത്ത് ഈസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ചൊരു ഫോട്ടോയ്ക്കകത്ത് കാണാം, അതായത് ഇവിടെയാണ് ബിജാപ്പൂർ വരുന്നത്, കണ്ടോ. അതുപോലെ തന്നെ ഇത് ഗോൾക്കൊണ്ട. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇതൊക്കെ ടെറിട്ടറീസ് ആരൊക്കെ പിടിച്ചെടുത്തു, ഔറംഗസേബ് പിടിച്ചെടുത്തു. കാരണം പുള്ളിയുടെ പോളിസിയാണ് പോളിസി ഓഫ് എക്സ്പാൻഡ് ചെയ്യുക. മാക്സിമം പുള്ളിയുടെ എംപറർ എക്സ്പാൻഡ് ചെയ്യാനാണ് പുള്ളി ശ്രമിച്ചത്. ഈ എക്സ്പാൻഷനായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഈ ഒരു ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഈ കുറച്ചൊരു ഭാഗത്ത് മാത്രം ആയി നിന്ന സമയത്ത് ഇവരുടെ അഡ്മിനിസ്ട്രേഷനൊക്കെ എഫക്റ്റീവായിട്ട് അഡ്മിനിസ്ട്രേഷൻ. കാരണം ഈ ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്യുക, അവർക്ക് റൂൾ ചെയ്യാൻ എളുപ്പമാണ് ചുറ്റും അല്ലേ, കുറച്ച് ഏരിയ നോക്കിയാൽ പോരെ. എന്നാൽ ഇത് എന്താണ്, ഇവരുടെ എംപറർ വലുതാകും തോറും അഡ്മിനിസ്ട്രേഷൻ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. ഓക്കെ, ഇപ്പം മറ്റേ ലോ ആൻഡ് ഓർഡറൊക്കെ പല സ്ഥലത്തും എന്തായി വയലേഷൻ നടക്കാൻ തുടങ്ങി. അവർക്ക് ആ സമയത്ത് ഓരോ സ്ഥലത്തും വേറെ ഇവരുടെ ഗവർണേഴ്സ് അല്ലെങ്കിൽ പല ചെറിയ ചെറിയ കിങ്ഡംസ് കാണും. അപ്പോൾ അവർക്ക് അവരുടെ തോന്നിയ പോലെ അവർ എന്ത് ചെയ്യും, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ അവർ കീപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് ഇത്ര വലുതായി തുടങ്ങി. ഇപ്പം പോളിസി ഓഫ് എക്സ്പാൻഷൻ തുടങ്ങി. ഔറംഗസേബ് എന്ത് ചെയ്യും, ഇത് കണ്ടോ ഹൈ ആയിട്ട് വൈഡ് ചെയ്തു. ഇത്രയും നമ്മുടെ ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഒന്നും വന്നില്ലല്ലോ. അപ്പം ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഇത് വന്നപ്പോൾ എന്ത് ചെയ്തു, പല സ്ഥലത്തും എന്തായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ ആ സ്ഥലത്തെ ആൾക്കാർ റൂൾ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ എംപററിൻ്റെ ഇത് ഓർഡർ അതേപടി തന്നെ ഫോളോ ചെയ്യാതായി പല സ്ഥലത്തും എന്തായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അതാണ് ഇതിനകത്തൊരു പ്രശ്നത്തോട് പറയാം നമുക്ക്. ഇതിനകത്ത് ഇവർ ഡിസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്താണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഫ്രഞ്ചുകാർ വരുന്നുണ്ട്, പോർച്ചുഗീസുകാർ വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു സമയത്ത്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടി ഒരു കമ്പൈൻ എഫക്റ്റ് വേണമെന്ന് പറയാം. DK ഓഫ് മുഗൾ എംപയർ എന്ന് പറയുന്നത്. ഈ സമയത്തും ഈ പല ഹാംഫുൾ പോളിസീസ് ഉണ്ടെന്ന് പറഞ്ഞാലും മുഗളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് എന്താണ് ക്വൈറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നിന്ന സാധനം. അതുപോലെ തന്നെ മുഗൾ ആർമി എന്ന് പറയുന്നത് ക്വൈറ്റ് സ്ട്രോങ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ ബിഗാൻ ഡ്യൂറിങ് ഹിസ് റീജിയൻ. ഈ ഔറംഗസേബിൻ്റെ സമയത്താണ് ഇതിൻ്റെ പഴയ ഡിക്ലൈൻ തുടങ്ങിയത്. അതിന് മുന്നേ വരെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു എംപയറാണ് മുഗൾ എംപയർ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഹിസ് ഡെത്ത് ഹിസ് സക്സസേഴ്സ് വെർ അൺഎബിൾ ടു മെയിൻറ്റെയിൻ ദ യൂണിറ്റി ഓഫ് ദ വാസ്റ്റ് എംപയർ. അൾട്ടിമേറ്റ്ലി ഡൗൺഫാൾ ഇൻ 1857. 1857 പ്രത്യേകത എന്താ, 1857 റിവോൾട്ട് നടക്കണേ. ഓക്കെ,
സിപ്പോയി മ്യൂട്ടിനി നടക്കുന്നുണ്ട്, റിവോൾട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ. അപ്പം ആ ഒരു ഇതോട് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഏതാണ് കമ്പനി റൂൾ മാറി ക്രൗൺ റൂൾ വന്നു. പിന്നെ ഇവർക്കൊന്നും യാതൊരു ഇതും ഇല്ലാണ്ടായിപ്പോയി. 1857 വന്ന വ്യത്യാസം. 1857 മുന്നേ കമ്പനി റൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1857 റിവോൾട്ടിന് ശേഷം എന്താണ് ക്രൗൺ റൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ലേറ്റർ മുഗൾ എംപയർ, അതായത് നമ്മുടെ ഔറംഗസേബ് കഴിഞ്ഞിട്ടുള്ള ബാക്കി പുള്ളിയുടെ ഡെത്ത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന മുഗൾ എംപയറാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ പേര് ഓർത്തിരിക്കുക, ആരൊക്കെയാണ് വന്നതെന്ന് ആ ഒരു ഓർഡർ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ എന്താ പറയുക, പഠിക്കാനൊക്കെ നല്ല രസമാണ്. കാരണം എന്താ അങ്ങോട്ടും കുത്തിച്ചാവൽ പരിപാടിയാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പം ഔറംഗസേബിൻ്റെ ഡെത്ത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ 3 സൺസ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കണ്ടോ, ദേ ഫൗട്ട് എമോങ് ദംസെൽഫ് ഫോർ ദ ത്രോൺ. അതിനകത്ത് വിക്ടറി ആരാ? ബഹദൂർ ഷായാണ് അതിനകത്ത് വിക്ടറീസ് ആയിട്ട് വന്നത്. ആൻഡ് ബിക്കേം ദ എംപറർ ഫ്രം 1707 to 12. അതായത് 64-year-old ബഹദൂർ ഷാ വിക്ടറി കിട്ടി. അത് കഴിഞ്ഞിട്ട് കാരണം ഔറംഗസേബിൻ്റെ 3 മക്കളിൽ ഇവർ തമ്മിൽ അങ്ങോട്ടോട്ട് അടിയായി ആര് ഭരിക്കും എന്നുള്ളത്. പിന്നെ ബഹദൂർ ഷാ എന്ന് പറയുന്നത് കുറച്ച് റിഫോംസ് ഒക്കെ കൊണ്ടുവന്നത്. അതായത് നമ്മുടെ ഔറംഗസേബ് അഡോപ്റ്റ് ചെയ്ത കുറച്ച് മെഷേഴ്സും ഇതെല്ലാം പോളിസീസൊക്കെ നാരോമെൻറ്റഡ് പോളിസീസ് ആയിരുന്നു. അതൊക്കെ ഒന്ന് എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. കുറച്ചുകൂടി എന്താണ് നമുക്കറിയാം, ഔറംഗസേബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഇൻടോളറൻ്റ് ആണ്. ഇപ്പോഴത്തെ എഗൻസ്റ്റ് ഹിന്ദുസിന് പോളിസീസൊക്കെ ഇൻടോളറൻറ്റ് പോളിസീസാണ്. ഈ ജിസിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അത് നമുക്ക് പറയാം, ജിസി എന്താണെന്ന് പറയാം. പക്ഷേ ഈ ബഹദൂർ ഷാ വന്ന സമയത്ത് എന്തായി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. അതായത് കുറച്ചുകൂടി എന്താണ്, ഹി അഡോപ്റ്റഡ് എ മോർ ടോളറൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദ ഹിന്ദു ചീഫ് ആൻഡ് രാജാസ്. ഹിന്ദു ചീഫ്സോ അല്ലെങ്കിൽ രാജാസിനൊക്കെ അവർ കുറച്ചുകൂടി ടോളറൻറ്റ് ഇതാണ്. അതായത് രജപുത്ത് സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ മറാത്ത എംപയർ, ഇവരൊക്കെ കുറച്ചുകൂടി ടോളറൻറ്റ് ആറ്റിറ്റ്യൂഡാണ് പുള്ളിയുടെ ബഹദൂർ ഷായുടെ കയ്യിൽ നിന്ന് വന്നത്. പിന്നെ അതാണ് ഇത് പറഞ്ഞത് ഹി അഡോപ്റ്റഡ് എ പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുകയെന്ന് വെച്ചാൽ ആര് എന്തൊക്കെ നടത്തിയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതായത് ബഹദൂർ ഷാ റിലീജിയസ് ടോളറൻസ് ആണ്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ഹിസ്റ്ററി പഠിക്കാൻ നേരത്തെ വേറൊരു ഇതൊന്ന് ഇമ്പോർട്ടൻസാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ നേരത്തെ ഓരോ ടോപ്പിക് വൈസാണ് പഠിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മൾ മുഗൾസിൻ്റെ കാര്യം പറയും, പിന്നെ നമ്മൾ മറാത്ത എംപയറിൻ്റെ കാര്യം പറയും, രജപുത്തിൻ്റെ കാര്യം പറയും, ബ്രിട്ടൻ്റെ കാര്യം പറയും, ഫ്രഞ്ചിൻ്റെ കാര്യം പറയും. ഇത് നിങ്ങൾ ഓരോ സെപ്പറേറ്റാണ് പഠിക്കുന്നത്. പക്ഷേ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓരോ ടൈം ലൈൻ പോലെ ഓരോന്ന് കണക്ട് ചെയ്യാൻ പഠിക്കണം കേട്ടല്ലോ. അതുകൂടി നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഹിസ്റ്ററിക്കകത്ത്. അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് കൺഫ്യൂഷനായി പോകും, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. ഇപ്പോൾ ഇവിടെ ബഹദൂർ ഷാൻ്റെ പ്രശ്നങ്ങളും ഇതിനകത്ത് മറാത്താക്കാരുടെ എങ്ങനെ ഇൻവോൾവ്മെൻറ്റ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മറാത്ത എംപയറിനെ പറ്റി പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമായിരിക്കും. അപ്പം അത് പഠിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത് ഇത് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങനെ പഠിച്ചാലേ ഉള്ളൂ നമുക്കിതൊന്ന് ഓർത്ത് വെക്കാനും നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഏത് നമ്മുടെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ബഹദൂർ ഷാനെ പറ്റി പറയാൻ നേരത്ത് ഹി അഡോപ്റ്റഡ് എ പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ് ആണ്. ആൻഡ് ഹി ഫോളോഡ് എ പോളിസി ഓഫ് കോംപ്രമൈസ് ആൻഡ് കൺസിലിയേഷൻ വിത്ത് അതർ റൂളേഴ്സ്. പിന്നെ അതുപോലെ തന്നെ the position of state finance worsened because of his reckless grants of jagir and promotion. ഓക്കെ, അപ്പം ഈ ജാഗീർസ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ, ജാഗീർ എന്ന് പറഞ്ഞാൽ ഈസ് എ പീസ് ഓഫ് ലാൻഡ് അസൈൻ ടു മുഗൾ ഒഫീഷ്യൽസ് ആണ്. ഇപ്പം ജാഗീർദാർ എന്ന് പറഞ്ഞാൽ മുഗൾ ഒഫീഷ്യൽസ് ആണ്. അപ്പോൾ അവർക്ക് എന്താണ് കുറച്ച് ലാൻഡ്, ഒരു പീസ് ഓഫ് ലാൻഡ് എന്ത് ചെയ്യുക, ഇതിനകത്ത് കുറച്ച് ഇവർക്കാൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റവന്യൂസൊക്കെ ഇവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നില്ല. അവിടെ നിന്ന് കിട്ടുന്ന റവന്യൂസും അങ്ങനത്തെ സർവീസൊക്കെ എന്ത് ചെയ്യണം, റവന്യൂസ് സ്റ്റേറ്റിന് ഇടില്ല. ആ റവന്യൂസ് ആർക്കെടുക്കാം, ജാഗീർദാറിന് എടുക്കാം. കാരണം ഇവർ സ്റ്റേറ്റിനൊരു സർവീസ് വേറെ സർവീസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ റവന്യൂ അപ്പം എന്ത് ചെയ്യും, ജാഗീർദാറിൻ്റെ ഒക്കെ കിട്ടും. ഇപ്പോൾ മുഗൾ എംപയറിന് കിട്ടുന്ന റവന്യൂസിനകത്ത് എന്ത് വരും, കുറവ് വരുവാണ്. ഓക്കെ, ഇനി നമ്മുടെ പോളിസി വിത്ത് അതർ റൂളേഴ്സ്, അതായത് നമ്മുടെ ബഹദൂർ ഷായുടെ പോളിസീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് രജപുത്തായിട്ട് വന്ന പോളിസി ഇൻ ദ ബിഗിനിങ് ബഹദൂർ ഷാ ട്രൈ ടു ഗെയിൻ ഗ്രേറ്റർ കൺട്രോൾ ഓവർ ദ രജപുത്ത് സ്റ്റേറ്റ് ബട്ട് ലേറ്റർ അഡോപ്റ്റഡ് എ പോളിസി ഓഫ് കൺസിലിയേഷൻ. ഫസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പുള്ളി സമാധാന പ്രിയനായി തുടങ്ങി. അതുപോലെ തന്നെ സിഖിനെതിരെയാണ് ബഹദൂർ ഷാ ട്രൈ ടു കൺസിലേറ്റ് വിത്ത് റെബലിയസ് സിഖ് ബൈ മേക്കിംഗ് പീസ് വിത്ത് ഗുരു ഗോവിന്ദ് സിംഗ്. നമ്മുടെ സിഖ് എംപയർ അല്ലെങ്കിൽ സിഖിനെ പറ്റി പഠിക്കാൻ നേരത്ത് നമുക്ക് ഇവരെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. ഗുരു ഗോവിന്ദ സിംഗ്, അതുപോലെ തന്നെ പല ഗുരു ആൾക്കാരെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ചിലവരുടെയൊക്കെ ബുക്സൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനുള്ളതാണ്. അപ്പം അതാണ് അങ്ങനെ പോളിസീസൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താ പറഞ്ഞത്, ഈ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ഡെത്ത്, അതായത് ഗുരു ഗോവിന്ദ് സിംഗ് മരിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു, പിന്നെ ഒരു സിഖ് റിവോൾട്ട് അവിടെ വരുന്നുണ്ട്. അതായത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബന്ദ ബഹദൂർ.
ബന്ദാ ബഹദൂറിൻ്റെ ലീഡർഷിപ്പിൻ്റെ കീഴിൽ വീണ്ടും ഒരു സിഖ് ആർക്കെതിരെ തിരിയുന്നുണ്ട്, ഈ മുഗൾ എംപയറിനെതിരെ തിരിയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ബന്ദാ ബഹദൂറിനെയൊക്കെ തോപ്പിക്കുന്നൊക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. പിന്നെ മറാത്ത ആയിട്ടുള്ള ഇതാണെങ്കിൽ എന്താണ്, മറാത്ത സർദാറിന് വാസ് ഹാഫ് ക്വാർട്ടർ കോൺസിലേഷൻ, അതായത് സർദേശി മുക്ക് അവർക്ക് ഗ്രാൻഡ് ചെയ്തു. അതായത് 1/10 ഓഫ് റവന്യൂ എന്ത് ചെയ്യും അവർക്ക് കിട്ടും, പക്ഷേ ചൗത് കിട്ടില്ല. അപ്പം അത് എന്താണ്, ഈ ചൗത് ഇല്ല, അതായത് 1/4 ഓഫ് റവന്യൂ കിട്ടില്ല, 1/10 ഓഫ് റവന്യൂ കിട്ടും. അതാണ് സർദേശി മുക്ക് എന്ന് പറയുന്നത്. പക്ഷേ അത് അവർക്ക് മറാത്തക്കാരെ സംബന്ധിച്ച് അതത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ ഉണ്ടായതെന്ന് വെച്ചാൽ ഹി ഡിഡ്ന്റ് റെക്കഗ്നൈസ് ഷാഹു, അതായത് ദ റൈറ്റ്ഫുൾ മറാത്ത കിങ് എന്ന് പറയുന്നത് ഷാഹുവിനെ ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ബഹദൂർ ഷാ ഒരു കിങ് ആണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും എന്തുണ്ടായിരുന്നു, മറാത്തക്കാരും മറാത്ത എംപയറും അല്ലെങ്കിൽ മറാത്ത കിങ്ഡവും നമ്മുടെ മുഗൾ എംപയറും ആ സമയത്തുള്ള മുഗൾ എംപയറും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഇതാണ്, അതായത് നമ്മുടെ ബഹദൂർ ഷാ കഴിഞ്ഞിട്ടുള്ള അടുത്താണ് ജഹന്തർ ഷാ. അപ്പം ബഹദൂർ ഷായുടെ ഡെത്ത് 1712 ബഹദൂർ ഷാ മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും എന്തായി, ഒരു സിവിൽ വാറിലേക്ക് ഈ എംപയർ വീണ്ടും പോയി തുടങ്ങി. അതായത് നമ്മൾ പറഞ്ഞു ഔറംഗസേബ് മരിച്ചു കഴിഞ്ഞപ്പം ഔറംഗസേബിൻ്റെ 3 മക്കൾ തമ്മിൽ അടിയായി, ആര് അടുത്ത രാജാവാകുന്നുള്ളൂ, എംപറർ ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ബഹദൂർ ഷാ കഴിഞ്ഞപ്പോഴും അടുത്ത വീണ്ടും എന്തായി, സിവിൽ വാർ തുടങ്ങി. അപ്പം അങ്ങനെ നമ്മുടെ ബഹദൂർ ഷായുടെ മരണം കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് ആര്, ജഹന്തർ ഷാ. ജഹന്തർ ഷാ വോൺ ചെയ്ത് സപ്പോർട്ടഡ് ബൈ സുൽഫിർ ഖാൻ, ദ മോസ്റ്റ് പവർഫുൾ നോബലർ. അതായത് ഇവരുടെ കോർട്ടിൽ, അതായത് നമ്മുടെ ഈ മുഗൾ എംപററിൻ്റെ കീഴിൽ കുറേ നോബിൾസും കാണും. അപ്പം ഈ നോബിൾസൊക്കെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുള്ളതാണ്. അപ്പം അതിലൊരു മോസ്റ്റ് പവർഫുൾ നോബിൾസ് എന്നാണ് ഏത്, സുൽഫിക്കർ ഖാൻ. അപ്പം ഈ സുൽഫിക്കർ ഖാനിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ആര് വരുന്നത്, ജഹന്തർ ഷാ വിക്ടോറിയസ് ആണ്. അങ്ങനെയാണ് ജഹന്തർ ഷാ ഭരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് കൺട്രോൾ കൂടുതലും ആരുടെയിലാണ്, നമ്മുടെ ഈ നോബിളിൻ്റെ കയ്യിലാണ്. സുൽഫിക്കർ ഖാൻ എന്ന് പറഞ്ഞാൽ ഈ നോബിൾസിൻ്റെ കീഴിലാണ് കൺട്രോൾ കൂടുതലുള്ളത്. നമ്മുടെ പേരിന് ഒരു രാജാവിനെ പോലെ ജഹന്തർ ഷാനെ പുള്ളിനെ വെച്ചോളൂ. ഓക്കെ, അതായത് ഈ ജഹന്തർ ഷായുടെ സമയത്ത് അഡ്മിനിസ്ട്രേഷൻ വാസ് വിർച്വലി ഇൻ ദ ഹാൻഡ് ഓഫ് സുൽഫിക്കർ ഖാൻ, ഹു ആ ബിക്കം ദ വാസിർ. വാസിർ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വേർഡ് നിന്ന് കേൾക്കാൻ നേരത്തൊക്കെ ഓർത്തോണം. വാസിർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈം മിനിസ്റ്ററുണ്ട്. മുഗൾ എംപറർ നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ പോലെ മുഗൾ എംപററിൻ്റെ കീഴിൽ ഒരു പ്രൈം മിനിസ്റ്റർ പോസ്റ്റാണ് ഏത്, വാസിർ എന്ന് പറഞ്ഞാൽ. അപ്പം സുൽഫിക്കർ ഖാൻ എന്താണ്, പ്രൈം മിനിസ്റ്ററായിട്ട് അഡ്മിനിസ്ട്രേഷനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആര് കൺട്രോൾ ചെയ്തു, ഈ സുൽഫിക്കർ ഖാൻ കൺട്രോൾ ചെയ്തു. പുള്ളി ജഹന്തർ ഷാനെ പിടിച്ച് ഒരു രാജാവായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജഹന്തർ ഷാനെ പറ്റി പറയുവാണെങ്കിൽ ജഹന്തർ ഷാ വാസ് എ ബീക്ക് ആൻഡ് ഡീജനറേറ്റ് പ്രിൻസ് ആണ്. പുള്ളിയുടെ മെയിനായിട്ട് ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്ലഷർ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരു നമ്മുടെ പഴയ മുഗൾ എംപററിനെ പോലെ അക്ബറിനെ പോലെയൊക്കെ ഒരു വിഷനൊക്കെ വെച്ച് ഒരു പോളിസീസൊക്കെ അല്ലെങ്കിൽ നല്ലൊരു വാരിയറിനെ പോലെ ഒന്നും ആക്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സ്, ഡിഗ്നിറ്റി ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ്. കൂടുതലും എന്താണ്, പ്ലഷർ സീക്കിംഗ് ആണ്. അതുകൊണ്ട് എന്താണ്, പുള്ളിയുടെ വഴിക്ക് നടക്കും, ബാക്കി അഡ്മിനിസ്ട്രേഷനൊക്കെ ആര് നോക്കും, ഈ പവർഫുൾ ആയിട്ടുള്ള നോബിൾസ് അവർ നോക്കും. അതാണ് ആരുടെ കാര്യം, ജഹന്തർ ഷാ. അപ്പോൾ ഈ ഒരു കേസ് വരാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് പുള്ളിയുടെ അറിയാം 12 to 13 വരെ ഒരു കൊല്ലം കഷ്ടിച്ച് പോയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടക്കാൻ നേരത്തെ അറിയാം ബാക്കിയുള്ളവർ ഈ ഭരണം പിടിച്ചെടുക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ജഹന്തർ ഷായുടെ കേസ്. ഇനി സുൽഫിക്കർ ഖാനെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ സുൽഫിക്കർ ഖാൻ റാപ്പിഡ്ലി റിവേഴ്സ് ഔറംഗസേബ് പോളിസി. ഔറംഗസേബിൻ്റെ പല പോളിസീസ് ഉണ്ട്. ഹി അബോളിഷ് ജിസിയ. ഇപ്പോൾ ഞാൻ ജിസിയനെ പറ്റി പറയാം. ജിസിയ എന്താണ്, ജിസിയ എന്ന് പറഞ്ഞ ഒരു റിലീജിയസ് ടാക്സ് ആണ്, നമ്മൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ ഹിന്ദുസ് പേ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമുക്കറിയാം ഔറംഗസേബിൻ്റെ കാര്യം പറഞ്ഞു പുള്ളിയുടെ പോളിസീസ് എന്ന് പറഞ്ഞാൽ ഇൻടോളറൻറ്റ് ടുവേഴ്സ് ഹിന്ദു ചീഫ് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ ഇൻടോളറൻറ്റ് പോളിസീസാണ്. അപ്പം പുള്ളി അതിന് കൊണ്ടുവന്ന സാധനമാണ് ഇത് ജിസിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജ്പുത്തായിട്ടാണെങ്കിലും മറാത്ത ആയിട്ടാണെങ്കിലും എന്താണ് പുള്ളി പീസൊക്കെ ഉണ്ടാക്കി. ആകെ പ്രശ്നം ആരാണ്, നമ്മുടെ സിഖ് റൂളർ, ഞാൻ നേരത്തെ പറഞ്ഞേ ബന്ദാ ബഹദൂർ, സിഖ് എംപയർ ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ ഡെത്ത് കഴിഞ്ഞിട്ട് വന്ന ആളാണ്. ഇവിടെ പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ ഡെത്ത് കഴിഞ്ഞ സമയത്ത് ബന്ദാ ബഹദൂർ അവരുടെ റിവോൾട്ട് തുടങ്ങുന്നുണ്ട് മുഗൾ എംപയറിനെ അടുത്ത്. അപ്പം ആ ഒരു ബന്ദാ ബഹദൂറിൻ്റെ എതിരെ മാത്രമേ ഉള്ളൂ ഇവർ പഴയ ഓൾഡ് പോളിസീസ് ഓഫ് സപ്രഷനൊക്കെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ബാക്കിയുള്ളിടത്തൊക്കെ എന്ത് ചെയ്തു, ഒരു കൺസിഡറേറ്റഡ് പോളിസീസാണ് ഫോളോ ചെയ്ത് സുൽഫിക്കർ ഖാൻ.
പിന്നെ അതുപോലെ തന്നെ മറാത്താക്കാരായാലും നേരത്തെ റൈറ്റ് ടു കളക്ട് ചൗദ് ആൻഡ് സദർശി മുഖം തെക്കാൻ അതൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ എന്താണ് ഒരു ഇതുണ്ട്, ഇത് സദർശി മുഖം ചൗദും മറാത്താക്കാർ കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും ഇത് കളക്ട് ചെയ്യുന്ന ആരായിരിക്കും? മുഗൾ ഒഫീഷ്യൽസ് ആയിരിക്കും ഈ ടാക്സസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. കളക്ട് ചെയ്തിട്ട് ഇവർ മറാത്താക്കാരെ ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായോ? മുഗൾസ് ഇതെല്ലാം കൂടെ കളക്ട് ചെയ്യും, എന്നിട്ട് അവർ ആർക്ക് കൊടുക്കും? മറാത്താസിന് കൊടുക്കും. അല്ലാണ്ട് മറാത്താസിന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ഇത് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. മുഗൾസ് അപ്പോഴും കളക്ട് ചെയ്യുന്ന മുഗൾസ് ആയിരിക്കും, പക്ഷേ ആ റവന്യൂ അവർ ഷെയർ ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ ടാക്സ് കളക്ട് ചെയ്തിട്ട് സ്റ്റേറ്റിന് ഷെയർ ചെയ്യുന്ന പോലെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ ഇവിടെ മുഗൾസ് കളക്ട് ചെയ്യും, മറാത്താക്കാർക്ക് ഇത്ര ടാക്സ് ഇത്ര അല്ലെങ്കിൽ ഇത്ര റവന്യൂ കൊടുക്കുന്നു പറയും. അതുപോലെ തന്നെ സുൽഫിക്കറിൻ്റെ അടുത്തൊരു പോളിസിയാണ് ഹി സ്റ്റാർട്ടഡ് ദ ഇജാറ സിസ്റ്റം ഓഫ് ലാൻഡ് റവന്യൂ കളക്ഷൻ. ഓക്കെ, അപ്പം ഇജാറ സിസ്റ്റം പിന്നെ അതുപോലെ തന്നെ ജിസ്സി എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഇജാറ സിസ്റ്റം. ഇജാറ സിസ്റ്റം എന്ന് വെച്ചാൽ അണ്ടർ ദിസ് സിസ്റ്റം ദ ഗവൺമെൻറ് കോൺട്രാക്റ്റഡ് ദ റവന്യൂ ഫാർമേഴ്സ് ഓർ മിഡിൽമെൻ ടു കളക്ട് ലാൻഡ് റവന്യൂ ആൻഡ് റവന്യൂ ഫാർമേഴ്സ് പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട് ടു ദ ഗവൺമെൻറ് ബട്ട് വെർ അലൗഡ് ടു കളക്ട് ആസ് മച്ച് ആസ് ദേ 1%. അപ്പം ഇതൊരു പെർസെൻറ്റ് ഓപ്പറേഷനും അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ. അതായത് സംഭവം എത്ര ഉള്ളൂ, അതായത് ഇതൊരു മിഡിൽമെൻ എന്ന് ചോദിച്ചു, നമ്മുടെ ഒരു ഇജാറ സിസ്റ്റത്തിൻ്റെ ഒരു മിഡിൽമെൻ. അപ്പം മുഗൾ എംപയേഴ്സ് എന്ത് ചെയ്യും, അതായത് ഇവരെ കോൺട്രാക്ട് ചെയ്യും, ഈ മിഡിൽമെന്നിനെ കോൺട്രാക്ട് ചെയ്തു, എന്നിട്ട് അവരോട് ഇത്ര ഇത് വേണം, ഒരു ഫിക്സഡ് എമൗണ്ട് ഇവരെപ്പോഴും എന്ത് ചെയ്യും, ഇത് റവന്യൂ ഫാർമേഴ്സ് ആട്ടോ. അപ്പം ഇവരെന്ത് ചെയ്യും, ഈ റവന്യൂ ഫാർമേഴ്സ് നമ്മുടെ ഫാർമറിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇവർ പൈസ മേടിക്കും. ഇതെന്ത് ചെയ്യും, മുഗൾസിന് ഒരു ഫിക്സഡ് എമൗണ്ട് ആര് കൊടുക്കും, ഇവർ കൊടുക്കും. ഇപ്പം സപ്പോസ് ഒരു 500 റുപ്പീസ്, ഇതാണ് എല്ലാ മാസവും 500 റുപ്പീസ് കൊടുക്കുന്നത്. അപ്പോൾ റവന്യൂ ഫാർമേഴ്സ് എന്ത് ചെയ്യുക, അവർ എല്ലാ മാസവും ഈ മുഗൾ എംപയറിന് ഒരു 500 വെച്ച് കൊടുക്കും. അതാണ് അവരുടെ കണ്ടീഷൻ. പക്ഷേ ഇവർക്ക് ഇഷ്ടമുള്ളത് ഇവിടുന്ന് മേടിക്കാം. അത് 1000, 100, 1000, 2000 എത്ര ആയിക്കോട്ടെ. റവന്യൂ ഫാർമേഴ്സിന് പെസസിൻ്റെ കയ്യിൽ നിന്ന്, അതായത് നമ്മുടെ ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടമുള്ള പൈസ മേടിക്കാം. അവർ മുഗൾസിന് ഇത്ര ഫിക്സഡ് എമൗണ്ട് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ മേടിക്കാൻ നേരത്തെ ഏതായാലും അവരുടെ പ്രോഫിറ്റ് നോക്കി അവർ മാക്സിമം ഊറ്റാനല്ലോ നോക്കുന്നത്. അങ്ങനെ വരാൻ നേരത്തെ എന്ത് വരും, പെസൻസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കഷ്ടത്തിലേക്കാവും അല്ലേ. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പം ഇത് ഞാൻ ഫുള്ള് മായ്ച്ചേക്കോട്ടോ. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇജാറ സിസ്റ്റത്തിൽ എന്തോ ഗവൺമെൻറ് എന്ത് ചെയ്തു, കോൺട്രാക്ട് ചെയ്തു വിത്ത് റവന്യൂ ഫാർമേഴ്സ് അല്ലെങ്കിൽ മിഡിൽ മെൻ ടു കളക്ട് ലാൻഡ് റവന്യൂ. ഇപ്പോൾ ലാൻഡ് റവന്യൂ ഇവർ കളക്ട് ചെയ്യാൻ ഇവരെ ഏൽപ്പിച്ചു. അവർക്ക് എന്ത് ചെയ്യാം, ആ ആൾക്കാരുടെ ഇഷ്ടമുള്ള എമൗണ്ട് മേടിക്കാം, ഗവൺമെൻറ്റിന് ഇത്ര കൊടുത്താൽ മതി. ഓക്കെ, അപ്പം അത് ലോങ് റണ്ണിൽ എന്ത് ചെയ്തിട്ട് ഗവൺമെൻറ് റവന്യൂ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ പെസൻസ് ഓപ്പറേഷൻ നടക്കാൻ തുടങ്ങി. കാരണം ഇവർ തോന്നിയ പോലെ മേടിക്കാൻ നേരത്തെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് അവർ മേടിക്കും. അപ്പം പെസൻസിൻ്റെ കാര്യങ്ങൾ ഇതുപോലെ തന്നെ കഷ്ടമാവും. പിന്നെ ഈ ഇജാർ സിസ്റ്റം ആദ്യമായിട്ട് തുടങ്ങുന്നതല്ല, ഇത് ഡൽഹി സുൽത്താൻ്റെ സമയത്തും ഇത് ഇജാർ സിസ്റ്റം റവന്യൂ കളക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷേർഷാ ഒക്കെ ഇത് അബാൻഡൻ ചെയ്തതാണ്. പക്ഷേ അക്ബർ ജഹാംഗീറിൻ്റെ സമയത്ത് ഇത് തിരിച്ച് റിവൈവ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമ്മുടെ ഏതാ പറയുക കമ്പനി അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്ന സമയത്ത് അവരും ഇതിൻ്റെ ഒരു പല ഫോമിലുള്ള ഒരു റവന്യൂ ഫാമിംഗ് ഒക്കെ അവരും നടത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ഇജാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു മിഡിൽമെനെ ചൂസ് ചെയ്യുക, അവർക്ക് പെസൻസിൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടമുള്ളത് മേടിക്കാം, പക്ഷേ അവർ ഇത്ര രൂപ ഒരു ഫിക്സഡ് എമൗണ്ട് ഗവൺമെൻറ്റിന് കൊടുത്താൽ മതി. ഇനി ജിസിയ നമ്മൾ പഠിച്ചത്. ജിസിയ എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ടാക്സ് ആണ്. ഇത് ടാക്സ് ലേവി ചെയ്തേക്കണേ ഓൺ നോൺ മുസ്ലിം പോപ്പുലേഷനാണ് ഫോർ ദെയർ പ്രൊട്ടക്ഷൻ ബൈ മുസ്ലിം റൂളേഴ്സ്. അത് നമുക്കറിയാം, മുഗൾ എംപയർ ഇവരൊക്കെ റൂളേഴ്സ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം റൂളേഴ്സാണ്. അപ്പം ഇവർ ബാക്കിയുള്ള നോൺ മുസ്ലിംസിനെ അല്ലെങ്കിൽ ആ പോപ്പുലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ മേലിൽ അടിച്ചേൽപ്പിച്ച ഒരു ടാക്സാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദുസ്. അപ്പം ഹിന്ദുസ് എന്ത് ചെയ്യണം, ഇവർ മുഗൾസിന് ഇത്ര രൂപ കൊടുക്കും. ഇപ്പം 25 രൂപ. അന്നത്തെ കാലത്തേക്ക് ഇതൊക്കെ വലിയ കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ടേ. ഇതൊന്നും അല്ല കേട്ടോ, 25 അല്ല. ഇത്ര അത് നമുക്ക് കറക്റ്റ് അത്ര അറിയില്ല. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പം 25 രൂപ ആർക്ക് കൊടുക്കണം, മുഗൾ എംപയറിന് കൊടുക്കണം, അല്ലെങ്കിൽ മുസ്ലിം റൂളേഴ്സിന് ഇവർ എത്തിക്കണം. ഇനി റിട്ടേൺ ഇവരെന്ത് ചെയ്യും, ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇങ്ങനെ ഒരു പേര് ശരിക്കും അവരുടെ ഓരോ കിങ്ങിനും അവരുടെ കീഴിലുള്ള പ്രജകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. ബട്ട് ഇത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ, അതായത് നോൺ മുസ്ലിം പോപ്പുലേഷന് മാത്രമേ ഉള്ളൂ. മുസ്ലിം പോപ്പുലേഷന് ഈ ജിസിയ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നോൺ മുസ്ലിം പോപ്പുലേഷന് ഈ ജിസിയ എന്ത് കൊടുക്കണം, ജിസിയ ടാക്സ് കൊടുക്കണം. അപ്പോൾ അതൊരു ഡിസ്ക്രിമിനേറ്ററി ടാക്സ് പോളിസീസ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ജിസിയ എന്ന് പറയുന്നത്. അപ്പം അത് ഈ ഇൻടോളറൻസ് ആയിട്ടുള്ള നമ്മുടെ ഔറംഗസേബൊക്കെ ഇതെന്ത് ചെയ്തു, ജിസിയ ഇമ്പോസ് ചെയ്യുന്നുണ്ട് ഫോർ ഓൺ നോൺ മുസ്ലിം സബ്ജക്ട്സ്.
കാരണം അവർ അതിപ്പം പറയുന്നുണ്ട്, ഏതാ പറഞ്ഞേ, ഇപ്പം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പോലും ഇവർ മുസ്ലിം പോപ്പുലേഷൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ, അവരുടെ ഒരു എന്താ പറയുക, അവരുടെ എംപയർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അവർ പൈസ മേടിക്കുന്നതെന്നും അങ്ങനെയും പറയുന്നുണ്ട്. അതൊരു ശരിക്കും ഒരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു ഇത് ജിസിയ ടാക്സ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ജിസിയ എന്ന് പറയുന്നത് ടാക്സ് ലെവിഡ് ഓൺ നോൺ മുസ്ലിം പോപ്പുലേഷനാണ്, എല്ലാവർക്കും കൊടുത്തിട്ടില്ല, ഫോർ ദ പ്രൊട്ടക്ഷൻ ബൈ മുസ്ലിം റൂളേഴ്സ്. ഇത് അക്ബർ ഇതിനെ അബോളിഷ് ചെയ്തത്. അക്ബർ 1579 ഈ ജിസിയ ടാക്സ് സിസ്റ്റം അബോളിഷ് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു, നമ്മുടെ ഔറംഗസേബ് എന്ത് ചെയ്തു, ഈ ജിസിയ വീണ്ടും റീഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ജിസിയ പോളിസിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ജിസിയ ടാക്സ് പറ്റിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ഇത് പറയാം, ഫറൂഖ് സിയാർ. അതായത് 1713 ജഗന്തർ ഷാ വാസ് ഡിഫീറ്റഡ് ബൈ ഹിസ് നെഫ്യൂ ഫറൂഖ് സിയാർ. നമ്മുടെ സിവിൽ വാർ തീർന്നിട്ടില്ല, പിന്നെ അടുത്ത ആൾ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഫറൂഖ് സിയാറിനെ ഈ വർഷം സപ്പോർട്ട് ആരുടെയാണ്? സയ്യിദ് ബ്രദേഴ്സ് എന്ന് പറയും. സയ്യിദ് ബ്രദേഴ്സ് അബ്ദുള്ള ഖാൻ ആൻഡ് ഹുസൈൻ അലി ഖാൻ ബറ. അബ്ദുള്ള ഖാൻ അതുപോലെ തന്നെ ഹുസൈൻ അലി, ഈ രണ്ട് പേരുടെ അതാണ് ഇവർ രണ്ടുപേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സയ്യിദ് ബ്രദേഴ്സ് എന്ന് പറയും. ഇപ്പം ഈ സയ്യിദ് ബ്രദേഴ്സിൻ്റെ സപ്പോർട്ട് വഴിയാണ് ആര്, ഫറൂഖ് സിയാർ എങ്ങോട്ട് വരുന്നത്, എംപററാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ആര്, സുൽഫിക്കാർ ഖാൻ്റെ സപ്പോർട്ട് വഴി ആരാ വന്നേ, ജഹന്തർ ഷാ വന്നായിരുന്നു അല്ലേ. ഇനി അതുപോലെ തന്നെ ഫറൂഖ് സിയാർ വന്നത് ആരുടെ വഴിയാണ്, സയ്യിദ് ബ്രദേഴ്സിൻ്റെ സപ്പോർട്ട് വഴിയാണ് ഫറൂഖ് സിയാർ തന്നെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, നല്ല പല വേർഷൻസ് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഫറൂഖ് സിയാറിനെ പറ്റി നമ്മൾ ഓർക്കാൻ നേരത്തെ വേറൊരു കാര്യം, ഈ സമയത്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറ്റേ ഫെർമാനൊക്കെ ഇഷ്യൂ ചെയ്തത്. അവരൊക്കെ ഇവിടെ എന്താ പറയുക ഫറൂഖ് സിയാറിനെ ഇഷ്യൂ ചെയ്തത്, അവർക്കിവിടെ ട്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അതായത് ടാക്സ് കൊടുക്കാണ്ട് ഫ്രീ ട്രേഡ് ഒക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ളത്. ഓക്കെ, സോ അബ്ദുള്ള ഖാൻ ഇപ്പം ഇവരെ സയ്യിദ് ബ്രദർ സപ്പോർട്ട് ചെയ്യാൻ നേരത്തെ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടല്ലോ. ഇപ്പം അബ്ദുള്ള ഖാനെ, അതായത് ഈ സയ്യിദ് ബ്രദേഴ്സിൻ്റെ എൽഡർ ബ്രദറിനെ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു, വാസിറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു, അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇളയവൻ ഹുസൈൻ അലി ഖാനെ എന്തായിട്ട് ചെയ്തു, മിർ ബാക്ഷി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമാൻഡറാണ്, അതായത് അവിടുത്തെ ആർമിയുടെ കമാൻഡിങ് ടോപ്പില്ലേ, ആർമിയുടെ ടോപ്പ് പോസ്റ്റ്. അപ്പം അതാണ് മിർ ബാക്ഷി എന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു രീതിയിലായിട്ട് എന്ത് ചെയ്തു, ആ സയ്യിദ് ബ്രദേഴ്സിനെ രണ്ടുപേരെയും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആർമി ടോപ്പ് എന്ന് പറയാം, ആർമിയിലെ ടോപ്പ് ആൾക്കാരെന്ന് നമുക്ക് പറയാം ആ സമയത്ത്. പിന്നെ ബഹദൂർ ഷാ, ഫറൂഖ് സിയാർ ഡിഫീറ്റഡ് ദ ബന്ദ ബഹദൂർ. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ സിഖിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞാണ്. അതായത് എന്താണ് ബന്ദ ബഹദൂർ എന്ന് പറഞ്ഞ ആൾ മുഗൾസിനെതിരെ റിവോൾട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയ ആൾക്കാരും, അതായത് നമ്മുടെ സുൽഫിക്കാർ ഖാനും എല്ലാം ഇവർക്കെതിരെ പറഞ്ഞായിരുന്നു, കണ്ടില്ലേ. ഇത് ബന്ദ ബഹദൂറിനെതിരെ ഓൾഡ് പോളിസി ഓഫ് സപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ആ ബന്ദ ബഹദൂറിനെ ആര്, ഫറൂഖ് സിയാർ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് ബന്ദ ബഹദൂറിനെ ഫറൂഖ് സിയാർ ഡിഫീറ്റ് ചെയ്തു. അതുപോലെ തന്നെ വാസ് പുട്ട് ടു ഡെത്ത്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ പവർ സ്ട്രഗിൾ ബിറ്റ്വീൻ ഫറൂഖ് സിയാർ ആൻഡ് സയ്യിദ് ബ്രദേഴ്സ്. അതായത് ഈ ഇപ്പോൾ കുറച്ച് സിഖ് ഇതൊക്കെ ഇവർ പിടിച്ചെടുത്തല്ലോ. അപ്പോൾ ഈ ഒരു റീജിയൻ തമ്മിൽ ആര് എങ്ങനെ ഭരിക്കും, എന്ത് ഭരിക്കണം, അതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇട്ടും പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ട്. അതായത് ഈ സയ്യിദ് ബ്രദേഴ്സിൻ്റെ കയ്യിലാണ് ഏത് വരുന്നത്, പ്രൈം മിനിസ്റ്റർ പോസ്റ്റും അതുപോലെ തന്നെ ആർമിയുടെ കമാൻഡിങ് പോസ്റ്റും എല്ലാം ആരുടെ കയ്യിലാണ്, ഈ സയ്യിദ് ബ്രദേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവരും എംപററായ ഫറൂഖ് സിയാറും തമ്മിൽ കുറച്ച് അടിപിടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ എന്ത് നടന്നറിയാം, നമ്മുടെ ഈ ഫറൂഖ് സിയാറിനെ എന്ത് ചെയ്തു, ഇവർ തന്നെ ഞാൻ കൊന്നു കളഞ്ഞു. അതായത് ദർ വാസ് എ പവർ സ്ട്രഗിൾ ബിറ്റ്വീൻ ഫറൂഖ് സിയാർ ആൻഡ് സയ്യിദ് ബ്രദേഴ്സ്. ഇൻ ദ എൻഡ് സയ്യിദ് ബ്രദർ ഡിപ്പോസ്ഡ് ആൻഡ് കിൽഡ് ദ എംപറർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാലാജി വിശ്വനാഥ്. ബാലാജി വിശ്വനാഥ് പേശ മറാത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാലാജി വിശ്വനാഥിൻ്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്തു, ഈ സയ്യിദ് ബ്രദേഴ്സ് ഫറൂഖ് സിയാറിനെ കൊന്നു. അപ്പം ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ മുഗൾ ഹിസ്റ്ററി ദാറ്റ് എംപറർ വാസ് കിൽഡ് ബൈ എ നോബിൾ. ഓക്കെ, അതായത് മുഗൾ ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ടാണ് നോബിൾസ് എംപററിനെ കില്ല് ചെയ്യുന്നത്, നോബിൾസ്. അപ്പം അതൊരു ഷോക്കാണ് ആ സമയത്ത് എല്ലാവർക്കും വന്നിരുന്നത്. ഓക്കെ, അപ്പം ഈ ഫറൂഖ് സിയാറും അതുപോലെ തന്നെ സയ്യിദ് ബ്രദേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഫറൂഖ് സിയാറിന് കുറച്ച് റൂൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. കാരണം ഇവർ തന്നെ വന്നത് ആരുടെ ഹെൽപ്പോട് കൂടിയാണ്, സയ്യിദ് ബ്രദേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഫറൂഖ് സിയാർ എന്ത് പറയാം എംപറർ ആയത്. ഫറൂഖ് സിയാറിൻ്റെ കപ്പാസിറ്റി എന്നില്ലെന്ന് പറഞ്ഞാലും പക്ഷേ പല സ്ഥലത്തു നിന്നുള്ള പല നോബിൾസ്, അതായത് ഈ സയ്യിദ് ബ്രദേഴ്സ് ഒരു നോബിൾസ് വളരാൻ നേരത്ത് അതിൻ്റെ ചുറ്റുമുള്ള ബാക്കിയുള്ള നോബിൾസിന് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ സയ്യിദ് ബ്രദേഴ്സ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു കോട്ടിലുണ്ടായിരുന്ന കുറച്ച് നോബിൾസാണ്. അപ്പോൾ ഇവർക്ക് കുറച്ച് പവർ കൂടി കിട്ടാൻ നേരത്ത് അവരുടെ കൂടെ അതുവരെ ഉണ്ടായിരുന്ന ബാക്കി നോബിൾസ് എന്ത് ചെയ്യും, അവർക്ക് കുശും തോന്നും, അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഫറൂഖ് സിയാറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ എംപററിൻ്റെ അടുത്ത് നിന്ന് ഇവരുടെ കുട്ടികളെ പറഞ്ഞു നടക്കും.
അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പല കുറ്റങ്ങളും കുറച്ച് കുറവുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടന്നിട്ട് അവസാനം എന്തായി, അതായത് നമ്മുടെ ഫറൂഖ് സിയാറിന് പുള്ളിക്ക് തോന്നിയ പോലെ ഭരിക്കുകയും ചെയ്യണം. പക്ഷേ സയ്യിദ് ബ്രദേഴ്സിന് അവർക്ക് അവരുടെ രീതി പോളിസീസ് ഉണ്ട്. അതായത് അവരാണ് പ്രൈം മിനിസ്റ്ററും ആർമി ഇതൊക്കെ അവരാണല്ലോ. അപ്പം അത് അവർക്ക് അവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്. അങ്ങനെയാണ് ലാസ്റ്റ് എന്ത് വന്നത്, ഈ ഫറൂഖ് സിയാറിനെ ഇവർ തന്നെയാണ് കൊല്ലുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിരുന്ന ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് കൂടുതലും ഇവരുടെ കയ്യിലുള്ള പപ്പറ്റ്സ് പോലെയാണ്. നമ്മുടെ ഫറൂഖ് സിയാർ അല്ല, നമ്മുടെ സയ്യിദ് ബ്രദേഴ്സിൻ്റെ കീഴിലുള്ള, കാരണം അവരെയാണ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ പല കിങ്സും ഇവരുടെ സപ്പോർട്ടോടെയാണ്, പല എംപററും തന്നെ മുഗൾ എംപറർ എന്ന് പറയുന്നത് അവരുടെ സപ്പോർട്ടോടെയാണ്. ഇപ്പോൾ ഈ ഒരു ഇത്രയും വരെയുള്ള ക്രോണോളജി നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഡിസെൻട്രേറ്റ് തുടങ്ങി നല്ല രീതിയിൽ പൊളിഞ്ഞു വരുന്നുണ്ട് അല്ലേ. പണ്ടത്തെ പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊന്നുമില്ല. ഇതിപ്പം എംപറർ എന്നൊരു പേരിന് മാത്രമേ ഉള്ളൂ. ബാക്കി കൂടുതലും കാര്യങ്ങൾ നടത്തുന്ന നോബിൾസും പല പല ആൾക്കാരാണ്. ഇവർക്ക് പ്രത്യേകിച്ചൊരു സ്ട്രോങ് ഹാൻഡ് ഒന്നുമില്ല. ഈവൻ അവരുടെ നോബിൾസ് പോലും അവരെ കൊന്നു കളയണം. ആ ഒരു സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്തു, ഇതിൻ്റെ ഒരു പൊസിഷൻ എത്തി. നിങ്ങൾ നോക്കി, ഇത് നടക്കുന്ന 1719 നമ്മുടെ ഔറംഗസേബിൻ്റെ ഡെത്ത് നടക്കുന്നത് 1706 ആ സമയത്താണ് ഏത് വരുന്നത്, ഔറംഗസേബിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് 1707 ഏത് വരുന്നത്, ഔറംഗസേബിൻ്റെ ഡെത്ത് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്ര ഒരു 1719 വരെ ആയപ്പോൾ തന്നെ ഇത്രയും ഡിസൈൻഡ് ഇത്രയും പ്രശ്നങ്ങൾ എന്ത് വന്നു നമ്മുടെ ഈ മുഗൾ എംപററിൽ വന്നു. ഓക്കെ, ഇത് നമ്മുടെ ഫറൂഖ് സിയാറിൻ്റെ ഫർമാൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഡ്യൂട്ടി ഫ്രീ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ദെയർ ഗുഡ്സ്, നമ്മുടെ രാജ്യത്തുനിന്ന്, അതായത് ഇവരും ഭരിക്കുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് എന്താ പറയുക, ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നമുക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട, ഇമ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ അവർക്കൊരു കമ്പനി ആയിട്ട് വന്നത്, അവർ ട്രേഡിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവർക്കത് ട്രേഡ് കുറച്ചുകൂടി ഇഷ്യൂ ചെയ്യാൻ വേണ്ടി, സൗകര്യപ്രദമാക്കാൻ വേണ്ടി ഫർമാൻ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, 3 ഫർമാൻസ്. അത് ഫറൂഖ് സിയാറാണ്. ശരിക്കും ഇത് കമ്പനിയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവർ പ്രോഫിറ്റ് ഒരു ബിൽഡിങ്ങിനൊക്കെ ഈ ഒരു ഫർമാൻ എന്ത് ചെയ്തു വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്, ചെറിയൊരു ഇയർലി പേയ്മെൻറ്റ് ഇവർ കമ്പനി കൊടുക്കുന്നുണ്ട്. ബട്ട് എന്ന് വെച്ചാൽ അവർക്ക് അതൊക്കെ നിസ്സാരമാണ്. കാരണം അത് കൂടുതൽ ലാഭം എന്തുണ്ടാക്കുന്നുണ്ട്, ആ ഡ്യൂട്ടി ഫ്രീ എന്ന് അവരുണ്ടാക്കുന്നുണ്ട്. ഇനി നമ്മൾ സയ്യിദ് ബ്രദേഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ, സയ്യിദ് ബ്രദേഴ്സിനെ നമ്മൾ പറയുന്നുണ്ട് കിങ് മേക്കേഴ്സ് എന്നാണ് പറയുന്നത്. സയ്യിദ് ബ്രദേഴ്സിൻ്റെ ഹിസ്റ്ററി അതിനകത്ത് അവസാനം ഈ സയ്യിദ് ബ്രദേഴ്സും മരിക്കുന്നുണ്ട് കേട്ടോ. അവരെ ബാക്കിയുള്ളവരും അവരെ കൊന്നു കളയുന്നുണ്ട്. അതാ പറഞ്ഞാൽ മൊത്തത്തിൽ സിവിൽ വാറാണ്. അങ്ങോട്ടോട്ട് മൊത്തം എന്താ പറയുക, അങ്ങോട്ട് കൊല്ലുന്നു ഇങ്ങോട്ട് കൊല്ലുന്നു തിരിച്ച് കൊല്ലുന്നു, ഈ പരിപാടിയാണ് മൊത്തം. ഇപ്പോൾ സയ്യിദ് ബ്രദേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് കിങ് മേക്കേഴ്സ് എന്നാണ്. ആരെ വിളിക്കുന്നത്, സയ്യിദ് ബ്രദേഴ്സിനെ വിളിക്കുന്നത്. ആൻഡ് ഇവരുടെ പോളിസീസൊക്കെ ഒരു റിലീജിയസ് ടോളറൻസ് പോളിസീസാണ്. നമ്മുടെ ഔറംഗസേബ് ഇപ്പോൾ ഇതുവരെ പഠിച്ചതിനകത്ത് ഔറംഗസേബ് മാത്രമാണ് ഏത് വരുന്നത്, ഇൻടോളറൻസ് പോളിസീസൊക്കെ കൊണ്ടുവന്നത് റിലീജിയസ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ജിസിയ വാസ് അബോളിഷൻ, പിന്നെ അതുപോലെ തന്നെ പിലിഗ്രിം ടാക്സ് വാസ് അബോളിഷൻ. പിന്നെ രാജ്പുത്ത മറാത്താസായിട്ട് അവരെന്ത് ചെയ്തു, കൺസിലേഷനൊക്കെ നടത്തി ആണല്ലോ. പിലിഗ്രിം ടാക്സ്, ജിസിയ ഇതൊക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് അഡ്മിനിസ്ട്രേഷനൊക്കെ ഡിറ്റോറിയേറ്റ് ചെയ്തു. ഇത് ഒന്ന് തകരാൻ തുടങ്ങിയാൽ പിന്നെ അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്ന് പിടിച്ച് തിരിച്ച് റിവൈവ് ചെയ്തെടുക്കാനൊന്നും പറ്റുന്നില്ല. ലോലെസ്നെസ് ആൻഡ് ഡിസോർഡർ സ്പ്രെഡ് എവരിവെയർ. ഇപ്പോൾ ഈവൻ എംപററിന് പോലും അവൻ്റെ ജീവന് പോലും എന്താണ് ഒരു സുരക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് വരെ പോയാണ്. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഇത് പറയാൻ നേരത്ത് നമുക്കറിയാം ഫർദർ ഡിറ്റോറിയേറ്റ് ചെയ്തു. പിന്നെ ലോലെസ്നെസ് ഒക്കെ എല്ലായിടത്തും ആയി. പിന്നെ ഫിനാൻഷ്യൽ പൊസിഷന് അതുപോലെ തന്നെ സ്റ്റേറ്റ് റാപ്പിഡായിട്ട് ഡിറ്റോറിയേറ്റ് ചെയ്യണം. പിന്നെ സാലറീസ് ഓഫ് സോൾജേഴ്സ് ഇതൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കാൻ പാടുപെട്ട് വന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരാൻ നേരത്ത് എന്ത് ചെയ്യും, അടുത്തൊരു വാർ വരാൻ നേരത്ത് ഇവർക്ക് മര്യാദയ്ക്ക് വാദം നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവരുടെ എംപറർ മര്യാദയ്ക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ, ഇല്ല. പയ്യെ ഡിസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങും. ഇതാണ് നമ്മുടെ സയ്യിദ് ബ്രദേഴ്സിനെ പറ്റി പറയുന്നത്. സയ്യിദ് ബ്രദേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് കിങ് മേക്കേഴ്സ് എന്ന്. അത് നോർത്ത് വെച്ചോളാം. കിങ് മേക്കേഴ്സ് എന്ന് വിളിക്കുന്നത് ആരെയാണ്, സയ്യിദ് ബ്രദേഴ്സാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ സപ്പോർട്ട് കൂടി പല കിങ്സും വരുന്നുണ്ട്. ഫറൂഖ് സിയാർ അതിനകത്ത് ഒരാളാണ്. നിർഭാഗ്യവശാൽ ഫറൂഖ് സിയാറിനെ അവർ തന്നെ കൊണ്ടുവന്നു, അവർ തന്നെ കൊന്നുകളഞ്ഞു. അതാണ് സയ്യിദ് ബ്രദേഴ്സിൻ്റെ പ്രത്യേകത. ഇനി പോളിസീസ് മറാത്ത റൂളേഴ്സ് എന്ന് പറയുന്നത്, സയ്യിദ് ബ്രദേഴ്സ് സൈൻഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് കിങ് ഷാഹു ആൻഡ് ഷാഹു വാസ് ഗിവൻ സ്വരാജ്യ. അതായത് ശിവജി കിങ്ഡത്തിൻ്റെ പാർട്ടായിട്ടുള്ള എല്ലാ ടെറിട്ടറീസും അവർക്ക് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ടു കളർ ചൗദ് ആൻഡ് സർദേശി മുക്ക് ഓഫ് ദ 6 provinces ഓഫ് ഡെക്കാൻ. ഇൻ റിട്ടേൺ ആയിട്ട് ഷാഹു കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ആനുവൽ ട്രിബ്യൂട്ട് ഓഫ് 10 lakh rupees ആർക്ക് കൊടുക്കും, ഈ മുഗൾ എംപററിന് കൊടുക്കും. അതാണ് മറ്റേ ഇവരാണ്. കാരണം നമ്മുടെ സയ്യിദ് ബ്രദേഴ്സിനകത്തുള്ള ആൾക്കാരാണല്ലോ വാസിറൊക്കെ ആയിട്ട് നിന്നത്. അപ്പം അവരുടെ ഇതിലാണ് ഇത് നടത്തുന്നത്, ഈ അഡ്മിനിസ്ട്രേഷൻ ഈ റിഫോംസ് ഒക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ സോൾജേഴ്സിന് അവർക്ക് സപ്പോർട്ട് കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി എൻഡ് ഓഫ് കിങ് മേക്കേഴ്സ് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഗ്രൂപ്പ് ഓഫ് നോബിൾസിന്, എല്ലാ നോബിൾസിനും ഇവരുടെ ഒരു റൈസ് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോൾ ചില നോബിൾസ് എന്ത് ചെയ്യും, ജീലസ് ആണ് ഓഫ് ദ ഗ്രോയിങ് പവർ ഓഫ് സയ്യിദ് ബ്രദേഴ്സ്. അതാണ് ആൻഡ് ബിഗാൻ ടു കൺസ്പയർ അഗൈൻസ്റ്റ് ദം. ആൻഡ് ഇതുപോലെ തന്നെ പുള്ളി വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ
ഈ ഫറൂഖ് സിയാറിനെ ഇവർ കൊന്നില്ലേ, അതായത് ഡിപ്പോസ് ചെയ്ത്, അതായത് നമ്മുടെ സായി ബ്രദേഴ്സാണ് കില്ല് ചെയ്തത്. അപ്പം ഇതോട് കഴിഞ്ഞ സമയത്ത് ഈ നോബിൾസിന് അവർക്കൊരു എന്താ പറയുക ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം ഈവൻ എംബറിൻ്റെ ജീവന് പോലും വിലയില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പോലും സുരക്ഷയില്ലെങ്കിൽ പിന്നെ ഇവർക്ക് എന്ത് സുരക്ഷ എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയും കൂടി ഇവരുടെ കയ്യിലേക്ക് വരുമെന്ന്. അപ്പം അതുകൂടി ആയപ്പോൾ എന്ത് വന്നു, ഇവർ ഈ സയ്യിദ് ബ്രദേഴ്സിന് എതിരെ ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങി നോബിൾസൊക്കെ. ഒന്നാല് നേരത്തെ ഇവരുടെ വളർച്ചയെ കണ്ടിട്ട് ഇവർക്ക് അസൂയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതുകൂടെ ഫറൂഖ് സിയാറിൻ്റെ എൻ്റെ കൂടെ ആയപ്പോൾ ഇതത്തൂടെ ആയപ്പോൾ എന്തായി, അത് കുറച്ചുകൂടി ഇരട്ടിച്ചു. അപ്പോൾ ഇവർക്കെതിരെ നീങ്ങി തുടങ്ങി. അങ്ങനെ നമുക്ക് ഇവർക്കെതിരെ ഇവർ പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. ഇവർ ആൻറ്റി മുഗൾസാണ് അല്ലെങ്കിൽ ആൻറ്റി ഇസ്ലാമിക് പോളിസീസ് ഫോളോ ചെയ്യുന്നതൊക്കെയാണ് എന്ത് പറഞ്ഞ് പരത്താൻ ഡിക്ലെയർ ചെയ്തു. കാരണം ആൻറ്റി മുഗൾസ് എന്ന് പറയുമ്പോൾ ഫറൂഖ് സിയാറിനെ കില്ല് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വന്ന ഫറൂഖ് സിയാർ കഴിഞ്ഞിട്ട് വന്ന എംപറർ മുഹമ്മദ് ഷാ വരുന്നുണ്ട്. അപ്പം മുഹമ്മദ് ഷായ്ക്ക് ഒരിതുണ്ട്, അതായത് ഇതടുത്ത എംപറർ അവനെ പുള്ളിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഭരിക്കണം. അതായത് ഇവരുടെ കീഴിലല്ലാണ്ട്, അതായത് നമ്മുടെ സയ്യിദ് ബ്രദേഴ്സിൻ്റെ കീഴിലല്ലാണ്ട് പുള്ളിയുടെ പേഴ്സണൽ ഇത് വേണം. അപ്പം പുള്ളി എന്ത് ചെയ്തു, നൈസായിട്ട് ഈ ബാക്കിയുള്ള നോബിൾസുമായിട്ട് കൂട്ടുപിടിച്ച് ഈ സയ്യിദ് ബ്രദേഴ്സിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ പുള്ളി നടത്തുന്നുണ്ട്. അതാണ് ഹി വാണ്ട് ഹിംസെൽഫ് ടു ഫ്രീ ഫ്രം ദ കൺട്രോൾ ഓഫ് ദ ടു ബ്രദേഴ്സ്. അങ്ങനെ ഇവർ 1720 ദ അസാസിനേറ്റ് ഹുസൈൻ അലി ഖാൻ, ദ യങ്ങർ ഓഫ് ടു ബ്രദേഴ്സ്. ഇപ്പോൾ ഈ രണ്ട് ബ്രദേഴ്സിനകത്ത് യങ്ങർ ആളിനെ ഫസ്റ്റ് ഇവർ അസാസിനേറ്റ് ചെയ്തു. പക്ഷേ അബ്ദുള്ള ഖാൻ ട്രൈ ടു ഫൈറ്റ് ബാക്ക്, ബട്ട് ഹി വാസ് ഓൾസോ ഡിഫീറ്റഡ് നിയർ ആഗ്ര വെച്ച് എന്ത് ചെയ്തു, അബ്ദുള്ള ഖാനെ ഇവർ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സയ്യിദ് ബ്രദേഴ്സ്, നമ്മുടെ കിങ് മേക്കേഴ്സ് എന്ന് പറയുന്നത് സയ്യിദ് ബ്രദേഴ്സിൻ്റെ ഇത് എന്ത് ചെയ്തു, എൻഡ് ചെയ്തു. 1720 അവരുടെ ഇതും എൻഡ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷനാണ്, ജസ്റ്റ് നമ്മുടെ ഡിക്കേയിങ് ഓഫ് മുഗൾ എംപയർ. ഇനി ഇതായിട്ട് ഇനി അടുത്ത ബാക്കി വേറെ ആൾക്കാരെ പറ്റി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മുഹമ്മദ് ഷാ പുള്ളി ഒരു 30 കൊല്ലം പുള്ളി ഭരിക്കുന്നുണ്ട്. പിന്നെ അതായത് ലാസ്റ്റ് ചാൻസ്, എംപയറിനെ സേവ് ചെയ്യാൻ പറ്റിയ ലാസ്റ്റ് ചാൻസ് ആയിട്ട് എടുക്കണേ. പക്ഷേ വീണ്ടും എന്തായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും, പല ചെറിയ സുൽത്താനായിട്ട് അല്ലെങ്കിൽ ഇവരുടെ കീഴിലുള്ള പല ആൾക്കാരും ഡിസെൻഡേറ്റ് ഉണ്ട്. ഹൈദരാബാദ് അത് മാറി ഒരു ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം പോലെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നാദിർഷായുടെ ഇൻവേഷൻ വരുന്നുണ്ട്. നമ്മുടെ കൊഹിനൂർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, കൊഹിനൂർ ത്രോണും അതൊക്കെ, കൊഹിനി ഡയമണ്ട് ആൻഡ് ജുവൽസ് സ്റ്റഡ് പീക്കോ ത്രോൺ ഓഫ് ഷാജഹാൻ, ഇതൊക്കെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആര്, നാദിർഷാ. അതങ്ങനെ നാദിർഷായുടെ ഇൻവേഷനിലൊക്കെ വരാൻ നേരത്തെ എന്ത് ചെയ്യും, ഇത് പിന്നെയും ഡിസെൻട്രേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അത് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ പോലെ ഫിലിംസിന് വേണ്ടിയും മെയിൻസിന് വേണ്ടി ഒരുമിച്ച് നോക്കുക. സോ താങ്ക് യു.